ആ സ്ട്രീമിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അതിന് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ സ്ട്രീമിലെ വെള്ളം നാച്ചുറൽ വെള്ളമായിരിക്കണം. അത് ഒരിക്കലും ആർട്ടിഫിഷ്യൽ വെള്ളമായിരിക്കും. അത് ഗ്രൗണ്ടിൽ നിന്ന് വരുന്നൊരു വെള്ളമായിരിക്കണം. നാച്ചുറൽ സ്പ്രിംഗ് ആയിരിക്കണം. അതുപോലെ തന്നെ ബിഫോർ മാരേജ് ദേ ഹാവ് ടു ഗോ നേക്കഡ് ആൻഡ് ടേക്ക് എ പോണ്ട്. ഈ പോണ്ട് നമ്മുടെ കയ്യിലുണ്ട്, ആ പ്രോപ്പർട്ടി നമ്മുടെ കയ്യിലുണ്ട്. അത് ആ പോണ്ട് അതേപോലെ പ്രിസർവ് ചെയ്ത് വെച്ചാൽ ആ സ്റ്റോറി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദീസ് ആർ ഡൺ ബൈ ദി കൺസർവേറ്റീവ് ജ്യൂസ്. അങ്ങനെ ആ കൺസർവേറ്റീവ് ജ്യൂസിന്റെ ഒരു ബിൽഡിംഗ് ഞാൻ മേടിച്ചത് ഇതിനകത്തുള്ള ഈ ചരിത്രമാണ്. ഈ ക്യാരക്ടേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. അത് വേറെ ആളുടെ കയ്യിൽ പോയി കഴിഞ്ഞാൽ ആ പോണ്ടൊക്കെ പൊട്ടിച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ഥലമാക്കുവാണെങ്കിൽ ആ സ്റ്റോറി ഈസ് ഗോൺ, ഹിസ്റ്ററി ഈസ് ഗോൺ. Therefore you are preserving all this history. You should know this story. You should know these customs because you are a historian. And ഇത് പറഞ്ഞപ്പോഴാണ് വളരെ പ്രധാനമായിട്ടുള്ളൊരു ചിന്ത എനിക്ക് ഓർമ്മ വന്നത്. അതായത് വയനാട്ടിലെ പണിയർ പ്രൊവിറ്റീവാണ്. പണിയർ എന്ന് പറഞ്ഞാൽ ഫിനീഷ്യൻസാണ്. സിദോണിയരാണ്, ഇസ്രായേലിൽ നിന്ന് വരുന്നവരാണ്, ഇസ്രായേലിൻ്റെ അടുത്ത് കനാൻ ദേശത്ത് നിന്ന് വരുന്നവരാണ്. അവരുടെ ഇടയിൽ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പഠിച്ച് പെൺകുട്ടിയെ ഈ ചെക്കൻ്റെ വീട്ടുകാർ വന്ന് ഇവിടെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. പണിച്ച് കല്യാണം എന്ന് പറയാം. ആദ്യം പെൺകുട്ടീനെ കൊണ്ടുവന്ന് കൊട്ടും കുരവയൊക്കെ ആയിട്ടാണ്. ഈ ചെക്കൻ്റെ അമ്മായി, ചേച്ചി, ചേട്ടനുണ്ട്, ചേട്ടൻ്റെ ഭാര്യ, അങ്ങനെ മുതിർന്ന സ്ത്രീകൾ ഈ ചെക്കൻ്റെ ഭാഗത്തുനിന്ന് ഇവിടെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. അപ്പോൾ ഈ പെണ്ണിൻ്റെ വീട്ടുകാരായിട്ടുള്ളൊരു കൊട്ടും കുരവയും ചെണ്ടയൊക്കെ ആയിട്ട് പെണ്ണുങ്ങൾ തന്നെ വെള്ളത്തൊക്കെ ആയിട്ട് സ്ട്രീമിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് കുളിപ്പിക്കും, എന്നിട്ട് തിരിച്ചു കൊണ്ടുവരും. കുളിപ്പിക്കുമ്പോൾ പെണ്ണുങ്ങൾ മാത്രമേ കാണുള്ളൂ. ആ, പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആണുങ്ങൾ ഒരു ആ ഭാഗത്തെ തന്നെ നിരോധിക്കും. അപ്പം എന്നോട് ഈ കാര്യം പറഞ്ഞു വേറെ ആളാണ്. അപ്പം പണിച്ച് കല്യാണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സാറ് പറഞ്ഞതായിട്ടുള്ള ഓർമ്മയില്ല. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് ഗർഭമുണ്ടോ, മുമ്പ് വല്ല പുരുഷന്മാരുമായിട്ടുള്ള ബന്ധമുണ്ടോ, ചട്ടുണ്ടോ, മുടക്കുണ്ടോ, എവിടെയെങ്കിലും തകരാറുണ്ടോ എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പരീക്ഷണത്തിനാണ് ഈ ചെക്കൻ്റെ അമ്മായി ചേച്ചിമാരൊക്കെ കൊണ്ടുപോകുന്നത്. അതൊരു സമ്പ്രദായമാണ്. ഇതും അതുമായിട്ടുള്ള താരതമ്യം എന്താ? കാരണം ഇത് രണ്ടും ഒറിജിനായിട്ട് അവിടെ നിന്നാണ് വരുന്നത്, ഇസ്രായേലിൽ നിന്നാണ്. അതിപ്പോൾ സാധാ പറഞ്ഞ രണ്ടാമത്തെ പാർട്ടുണ്ടല്ലോ, രണ്ടാമത്തെ പാർട്ട് ഈസ് നോട്ട് ഇൻ ദ പിക്ചർ അറ്റ് ഓൾ. ദാറ്റ് ഈസ് എൻ ആഡഡ് സ്റ്റോറി. ഇവർ മാരേജ് ഫിക്സ് ചെയ്ത ശേഷം, മാരേജിന്റെ പാർട്ടിക്ക് മുമ്പ് ആണ് ഈ പെണ്ണിനെ കുളിപ്പിക്കാൻ പറ്റുന്നത്. ഈ പെണ്ണിനെ കുളിപ്പിച്ച് കഴിഞ്ഞ് വയറുശാലം പറഞ്ഞാണെങ്കിൽ ഗർഭമുണ്ടെന്ന് പറഞ്ഞു വെച്ച് പാർട്ടി ഉറപ്പാൻ പറ്റുമോ? അതാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് മുമ്പ് you cannot അതുകൊണ്ടാണ് call all the distinguished people for a wedding invitation and say that the girl is already girl is not virgin, so you can't have the marriage എന്ന് പറഞ്ഞാൽ കാപ്പുക പറഞ്ഞിടാൻ പറ്റുകയില്ല. So this second part is a made up story. This is only a rituals as per the Jewish culture. അല്ല, ഈ റിച്വൽ അവർക്ക് ഉണ്ടായിരിക്കണം to purify them. അപ്പൊ ഇതെന്താന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ
ഈ കല്യാണം നിശ്ചയിച്ച് ജ്യൂസിൻ്റെ കല്യാണത്തിൻ്റെ നടപടികൾ വരുന്നതിന് മുമ്പ് ഒരു പക്ഷേ പെണ്ണിൻ്റെ ചെക്കൻ്റെ വീട്ടുകാർ വന്ന് പെണ്ണിനെ കാണുകയും സംസാരിക്കുകയും പറ്റും. അതൊരു കാഴ്ചയ്ക്ക് വരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പണിയരുടെ ഇടയിൽ അത് വളരെ നിർബന്ധമായിരുന്നത്ര. ഇപ്പോഴൊന്നുമല്ല, കുറേ കാലങ്ങൾക്ക് മുമ്പ്. ഈ ഫസ്റ്റ് പാർട്ട് സാറിനെ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ഞാൻ അതായത് സാറ് ഫസ്റ്റ് പാർട്ട് പറഞ്ഞല്ലോ, ഒരു സെലിബ്രേറ്റ് ഒരു ഫങ്ഷനായിട്ട് പോവുകയാണ്, ഒരു സെറിമണി പോലെ നമ്മൾ പ്രൊസഷൻ പോവുകയാണെന്ന് പറഞ്ഞ പോലെ. ദാറ്റ് ഈസ് എ ഇന്ത്യൻ കൾച്ചർ. ഫോർ മാരേജ് the girl is always taken, for even for Marwadi customs also, the girl and the boy is taken for the dais, or to the marriage stage through by walking. Or Marwadi they take by horse. They go by horse. And in Tamil Nadu they go by road with all the music and honor. So this is a mix of Indian tradition with the Jewish tradition. So the other part is definitely not a part of Jewish customs. To check whether the girl is a virgin or it's a made up part. This is the people are called in for celebration, and this has been done as a ritual. Jews used to spend time ഇൻ്റലക്ച്വലി. അങ്ങനെ ഞാൻ വന്നപ്പോൾ ഞാൻ 75 വന്നെന്ന് പറഞ്ഞു. 75 അവസാനം വന്നു. 75 അവസാനം ഞാനിവിടെ മട്ടാഞ്ചേരി വന്നു. മട്ടാഞ്ചേരി വന്നപ്പം എന്നെ ആദ്യമേ എൻ്റെ ഫാദർ ഇവിടെ കൊണ്ടുവന്നത്, ഇവിടെ ആക്കിയത് ഒരു ജൂടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവച്ച് പറഞ്ഞു, എൻ്റെ മകനെ ഞാൻ മട്ടാഞ്ചേരിയിലാക്കുകയാണ്, യു ബി ദ ലോക്കൽ ഗാർഡിയൻ പറഞ്ഞാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ഈ ജൂവിനെ ഫാദറുമായിട്ടുള്ള പരിചയം എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ ഫാദർ ബ്രിഡ്ജ് കളിക്കാൻ പോകും. എവിടെ ബ്രിഡ്ജ് കളിയുണ്ടോ, ടൂർണമെൻ്റ് ഉണ്ടോ, അവിടെയൊക്കെ ബ്രിഡ്ജ് കളിക്കാൻ പോകും. അവിടെയൊക്കെ ഈ ജൂതന്മാരും കാണും. അങ്ങനെ ഇവരെല്ലാ വർഷവും ഒരു 6 പ്രാവശ്യമെങ്കിലും ഇങ്ങനത്തെ കളിക്കാനായിട്ട് പോകുമ്പോൾ മീറ്റ് ചെയ്യും. അല്ല, എൻ്റെ ഫാദർ ഒരു ബ്രില്യൻറ്റ് ബ്രിഡ്ജ് പ്ലെയർ ആയിരുന്നു. അല്ല, അത് കാരണം ജൂതന്മാർക്ക് എല്ലാവരും വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ അപ്പനും കുറേ ജൂതന്മാരെ ഇഷ്ടമാണ്. പിന്നെ വൈകുന്നേരം ഇവിടെ വരികയാണെങ്കിൽ ഈ സ്ട്രീറ്റിലേക്ക് ഒരു 75 ഞാൻ വന്ന കൊല്ലം 75, 76, 77 വരുവാണെങ്കിൽ വൈകുന്നേരം ഈ സ്ട്രീറ്റ് ഒരു ഫെസ്റ്റീവ് മൂഡാണ്. ഫെസ്റ്റീവ് മൂഡെന്ന് പറഞ്ഞാൽ ഇവിടെ എസ്കോർട്ടർ ആയിരുന്നു. അപ്പം എസ്കോർട്ടർ ആയിരുന്നു ഇലക്ട്രിക്കൽ ലൈനിൻ്റെ മട്ടാഞ്ചേരി ആദ്യമേ ഇലക്ട്രിഫൈ ചെയ്തപ്പോൾ ഇലക്ട്രിസിറ്റി ചെയ്ത കമ്പനി എക്സോഡൻ്റെ ആണ്. അതുകൊണ്ട് ഈ സ്ട്രീറ്റ് സിനിമ ലൈൻ മുഴുവൻ നല്ല ലൈറ്റാണ്, നല്ല ട്യൂബ് ലൈറ്റാണ്. അങ്ങനെ രാത്രിയിൽ പകൽ പോലെയാണ് സിനിമ ലൈൻ. അവിടെ ജൂതന്മാരെ എല്ലാവരും വൈകുന്നേരം ആയി കഴിയുമ്പോൾ വീട്ടിലെ കസേര എടുത്ത് ടേബിളും എടുത്ത് അതിൻ്റെ മുകളിൽ ചീട്ട് കളിക്കാം. ചീട്ട് കളിക്ക് സാധാരണ കളിക്കുന്നത് ബ്രിഡ്ജാണ്. ഈ റമ്മിയല്ല. റമ്മിയും മറ്റേ ലക്കുള്ള ഗെയിമല്ല. ഇവർ ഇൻ്റലക്ച്വൽ ഗെയിമാണ് കളിക്കാറുള്ളത്. അതുകൊണ്ട് അത് കഴിയുമ്പം ഇവർ ജയിക്കുന്നവരുടെ വീട്ടിൽ പാർട്ടി, ഒരു മെറി മേക്കിംഗ്, ഒരു ഫെസ്റ്റിവൽ, ഒരു മൂഡായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആൾ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കളിക്കാൻ ആളില്ലാതായി. പതുക്കെ ചത്തുപോയി, നിന്നുപോയി, ഈ പണി നിന്നുപോയി. അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. എസ്കോട്ടൻ്റെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ലില്ലി കോട, കേട്ടിട്ടുണ്ട്? ലില്ലി കോട, ലില്ലി സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു സ്ട്രീറ്റുണ്ട്, ലില്ലി ഫോർട്ട് കൊച്ചിയിൽ. ലില്ലി. കാരണം ഞാൻ വൈകുന്നേരം അപ്പം മട്ടാഞ്ചേരിയിൽ ഭയങ്കര മലഞ്ചരക്ക് കച്ചവടം മട്ടാഞ്ചേരിയിൽ വേൾഡിലെ ഏറ്റവും നമ്പർ 1 കച്ചവട സെൻ്ററായിരുന്നു മട്ടാഞ്ചേരി. കാരണം ഇവിടുത്തുള്ള മാർക്കറ്റിൻ്റെ ബേസ് ചെയ്താണ് വേൾഡ് സ്പൈസസ് മാർക്കറ്റ് നിർണ്ണയിച്ചിരിക്കുന്നത് മട്ടാഞ്ചേരി മാർക്കറ്റ്. പിന്നെ മട്ടാഞ്ചേരി മാർക്കറ്റിലെ പണി നടക്കുന്നത് രാത്രി 11 മണി വരെയും പണിയാണ്. പിന്നെ എനിക്ക് രാത്രി 11 മണി വരെയും പണി ചെയ്യുന്നതിനെതിരായിരുന്നു. കാരണം 6 മണി കഴിഞ്ഞാൽ പണി നിർത്തണം എന്നുള്ളതായിരുന്നു എൻ്റെ പ്രിൻസിപ്പിൾ. ഞാനിപ്പം യൂറോപ്പിൽ നിന്നൊക്കെ വന്നതായിരുന്നു. വർക്ക്
for a limited time. No, നമുക്ക് പോസ്റ്റ്പോൺ ഇറ്റ് എന്നുള്ള ഒരു പ്രിൻസിപ്പിളായിരുന്നു. പക്ഷേ ഇവിടുത്തുള്ള ഒരു പ്രിൻസിപ്പിൾ അതല്ലായിരുന്നു. ഈ വർക്ക് ഈസ് കണ്ടിന്യൂയിങ് ടിൽ മിഡ് നൈറ്റ്. പിന്നെ ഞാനൊരു ആർമി ആകുമ്പോൾ ഞാൻ ക്ലബിൽ പോകും, കൊച്ചിൻ ക്ലബിൽ പോകും, ടെന്നീസ് കളിച്ച് തിരിച്ചു വരുമ്പം ഈ മാർക്കറ്റ് സ്ട്രീറ്റൊക്കെ ഭയങ്കര ബിസിയാണ്. അങ്ങനെ ആ സ്ട്രീറ്റിൽ കൂടെ കാർ ഓടിക്കാൻ വിഷമമാണ്. കാരണം വെച്ചാൽ അതിനും വേണ്ടി ട്രാഫിക്കാണ്. അവിടെ സ്കൂട്ടറിൽ പോകും. അവിടെ ലില്ലി അവിടെ ചിലപ്പോൾ ലില്ലി കോട്ടർ അവിടെ ഉണ്ടാവും. ലില്ലി കോട്ടറിൻ്റെയൊക്കെ പറയും ഞാൻ മട്ടാഞ്ചേരി വരണം, റോക്കി മട്ടാഞ്ചേരിക്കാണ് വരുന്നതെങ്കിൽ ഞാനിവിടെ വരുന്നുണ്ട്. ലില്ലി സ്കൂട്ടറിൻ്റെ പുറകെ കയറിയിരിക്കും. സ്കൂട്ടറെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുവന്ന് വരും. അവിടെ ലില്ലി ഇവിടെ വന്ന് ചീട്ട് കളിക്കും. ചീട്ട് കളിച്ചിട്ട് ലില്ലിയുടെ ബ്രദർ ഇവിടെയുണ്ട്, സാമി ഹലഗുവയുടെ വീട്ടിൽ തങ്ങും. അതൊക്കെ നേരം വിളിക്കും. സാമിയുടെ കാറിൽ ലില്ലിയുടെ വീട്ടിൽ പോകും. അതൊരു അതുപോലെ തന്നെ ജൂതന്മാർക്ക് പ്രത്യേകമായിട്ടുള്ള വേറെ കളികളൊക്കെ ഉണ്ടായിരുന്നു, ഇൻ്റലക്ച്വൽ കളികളൊക്കെ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി വീഡിയോ സാറിന് അയച്ചു തരാം. ദിസ് ഈസ് എ ഗെയിം വിച്ച് ഇസ് ബീൻ പ്ലേയിങ് ഓൺലി ഇൻ മട്ടാഞ്ചേരി. പേരെനിക്കറിയില്ല. ഇതിൻ്റെ നെറ്റിലുണ്ടത്. പിന്നെ ഈ ഗെയിം originally this game is originated from Africa, and this game is the Indian version is played by the Brahmins in Palakkad. So the Brahmins still used to play this game. അതെ 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 5-2-0-2 ഒരു പല്ലാങ്കുഴി എന്നാണ്. പല്ലാങ്കുഴി ഈസ് ലൈക്ക് നമ്മുടെ സുടുക്കു ഉണ്ടല്ലോ, സുടുക്കൂടെ ഒരു അതർ വേർഷനാണ്. അതായത് സുടുക്കു ഒരു ഇൻ്റലിജൻറ്റ് ഗെയിമാണെന്ന് വെച്ചാൽ വലിയ ഇൻ്റലിജൻറ്റ് ഗെയിമൊന്നുമല്ല, ആർക്കും കളിക്കാം. ഹൗ ഫാസ്റ്റ് യു ക്യാൻ കംപ്ലീറ്റ് ദ ഗെയിം ഇസ് സോ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മുടെ ബുദ്ധി ഡിമിനിഷിങ് വരും. ഡിമിനിഷിങ് ആയി കഴിയുമ്പോൾ നമ്മൾ മാത്തമാറ്റിക് ഒരു സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ ആ ലെവൽ ഓഫ് ഇൻ്റലിജൻസ് കൊണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പട്ടന്മാർ എപ്പോഴും കളിക്കുന്ന കളിയാണ്. പട്ടന്മാരുടെ ഏത് വീട്ടിൽ ചെന്നാലും കാണിക്കുന്നത് പല്ലാങ്കുഴിയാണ്. പല്ലാങ്കുഴി ഒരു കോയിൻ വെച്ച് അവസാനം വരുമ്പോൾ ആര് ജയിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിനേക്കാളൊരു ബെറ്റർ വേർഷൻ കളി ജ്യൂസ് മട്ടാഞ്ചേരിയിൽ കളിക്കുമായിരുന്നു. ആ നെറ്റിൽ ഒരാൾ ഇട്ടിട്ടുണ്ട്. എനിക്ക് അവരൊരു ഇഷ്ടമായിരുന്നു ഒരാൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ചോദിച്ചത് എനിക്കറിയാൻ പാടില്ല. ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അയാൾ റിസർച്ച് ചെയ്ത് എനിക്ക് ഈ കളിയെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. അത് ലക്കല്ല, കുറച്ച് ബുദ്ധിയാണ്. കാരണം ഇവർ എപ്പോഴും ഇൻ്റലക്ച്വലായിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സമ്മറൈസ് പോയിന്റ്. അത് കാരണം അവരെപ്പോഴും സൊസൈറ്റിയിൽ സക്സസ്ഫുള്ളാണ്. കാരണം വെച്ചാൽ അവർ ബാക്കിയുള്ളവരെക്കാളിലും ഒരു ചിന്താഗതിയിൽ അവരുടെ പ്രത്യേക രീതിയിലാണ്. അവരുടെ ഉദാഹരണത്തിന് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ 1995 വന്നപ്പം മട്ടാഞ്ചേരിയിൽ ജൂതന്മാരും മലഞ്ചര കച്ചവടം ഇല്ല. കാരണം ആ സ്റ്റേജ് വന്നപ്പം മലഞ്ചരക്ക് കച്ചവടത്തിൻ്റെ അധപ്പതനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഉള്ളൊരു 15 കൊല്ലം 20 കൊല്ലം 25 കൊല്ലം കഴിഞ്ഞപ്പോൾ മലഞ്ചരക്ക് ഇവിടെ നിന്ന് മട്ടാഞ്ചേരിയിൽ നിന്ന് ഇല്ലാതായി. അവരത് നേരത്തെ ഫോർസ് ചെയ്ത് അവർ ഈ കച്ചവടത്തിൽ നിന്ന് മാറി വേറെ കച്ചവടങ്ങളിലേക്ക് പോയി. അവർ ബാക്കിയുള്ളവരെക്കാളിലും കൂടുതൽ ഫോഴ്സ് ആയിട്ടാണ്. ഞാൻ 75 വന്ന് ഇവിടെ കച്ചവടം ചെയ്തപ്പോൾ ഭയങ്കര കച്ചവടമാണ്. ഒരു 100 കച്ചവടക്കാരെങ്കിലും മട്ടാഞ്ചേരിയിലുണ്ട്. അതിൽ ഒരാൾ പോലും ജൂതനില്ല. ഇവിടെ എന്തുകൊണ്ട് ഇവിടെ വാസ്തവത്തിൽ ജൂതന്മാർ വന്നിരിക്കുന്നവരും നല്ല മഞ്ചര കച്ചവടം ചെയ്തുകൊണ്ടിരുന്നതാണ്. സാർ, ഈ ആൻറ്റിക് മേഖലകളിലേക്ക് കൈവച്ച ഏത് കാലഘട്ടത്തിലാണ്? ഈ മലഞ്ചരക്ക് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഗോഡൗൺസ് ഉണ്ടായിരുന്നു. മലഞ്ചരക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരുപാട് വെയർ ഹൗസസ് ഉണ്ടായിരുന്നു. ഈ വെയർ ഹൗസുകളൊക്കെ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കാലിയായിപ്പോയി. കാരണം ഇവിടെ മട്ടാഞ്ചേരിയിൽ നിന്ന് മലഞ്ചരക്ക് കച്ചവടം മുഴുവനും മട്ടാഞ്ചേരിയിൽ നിന്ന് പോയി. മട്ടാഞ്ചേരിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വെയർ ഹൗസ് കാലിയായിട്ട് കിടന്നുണ്ട്. ആ ഗോഡൗൺസ് എനിക്ക് അപ്പോൾ ഓപ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചിലവ് വരുന്ന പരിപാടികളാണ്. പിന്നെ ഒന്നെങ്കിൽ അത് വിറ്റ് കളയുക, അല്ലെങ്കിൽ അതിനകത്ത് വേറെ കച്ചവടം ചെയ്യുക. അതുകൊണ്ട് വേറെ കച്ചവടം ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഓപ്ഷൻ, വേറെ എൻ്റെ പ്രിഫറൻസ്. ബിക്കോസ് എനിക്ക് മട്ടാഞ്ചേരിയായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഉള്ള കാരണം മട്ടാഞ്ചേരിയിൽ നിന്ന് എനിക്ക് വിട്ടുപോകാനായിട്ട് ശാലം ഇഷ്ടമില്ലായിരുന്നു. അത് കാരണം ഞാൻ ഈ ഗുണോംസൊക്കെ ഹാൻഡിക്രാഫ്റ്റ്സ്,
ആൻറ്റിക്സ് ഫർണിച്ചർ ഇതൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. അത് ആ ബിസിനസ് ഇപ്പം സക്സസ് ആയിട്ട് നടക്കുന്നുണ്ട്. എവിടെ നിന്ന് ഇതൊക്കെ കളക്ട് ചെയ്യുന്നത്? ഈ ഹാൻഡിക്രാഫ്റ്റ്സ് ആൻറ്റി കളക്ഷൻ എന്നൊക്കെ പറയുന്നത് പ്രൊഫഷണലി ചെയ്യാവുന്നൊരു പണിയല്ല. ഈ പ്രൊഫഷണലി ചെയ്യാത്ത പണികളൊക്കെ ഞാനിപ്പം എൻ്റെ ഈ ആൻറ്റിക് കച്ചവടം എന്ന് പറഞ്ഞാൽ ആൻറ്റിക്കിനെ പറ്റി അറിയണം, എന്താണ് ആ പ്രോഡക്റ്റ് എന്നറിയണം, അത് പഴയതാണ് പുതിയതാണോ എന്നറിയണം, അത് ഇമിറ്റേഷൻ ചെയ്ത പ്രോഡക്റ്റാണോ എന്നറിയണം. അതെല്ലാം എക്സ്പീരിയൻസ് കൊണ്ടും നോളജ് കൊണ്ടും അറിയാൻ പറ്റും. അല്ല ഈ നോളജ് ഒന്നും ബുക്കിൽ കിട്ടാവുന്നതല്ല, എല്ലാം പ്രാക്ടിക്കലായിട്ട് പഠിച്ചറിയേണ്ട കാര്യങ്ങളാണ്. എന്നെ ഈ കച്ചവടത്തിൽ ഞാൻ കയറിയപ്പോൾ എന്നെ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട്. കുറേ പേരൊക്കെ പറ്റിച്ച് കഴിഞ്ഞപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അത് കഴിഞ്ഞപ്പം ഇപ്പം എനിക്ക് ഈ ഒരുമാതിരിപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ എല്ലാം കണ്ടാൽ ആൻറ്റിക്കാണോ അല്ലയോ എന്നൊക്കെ എക്സ്പീരിയൻസും ബുക്ക് വായിച്ചും ഒക്കെ ഉള്ള എനിക്കറിയാം. പിന്നെ ഇത് ഒരു തലമുറയ്ക്ക് കോളേജിൽ വെച്ച് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സബ്ജക്റ്റല്ല. അത് കാരണം ഇത് ഒരു പോയി കണ്ട് സെലക്ട് ചെയ്താലും മാത്രമേ ഈ പണി ചെയ്യാൻ പറ്റൂ. ഞാൻ ഒരുപാട് യാത്ര ചെയ്യും, നോർത്ത് ഇന്ത്യയിലും കേരളത്തിൽ തന്നെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. അപ്പോൾ എല്ലായിടത്തിലും ഞാൻ പോകും, എന്നെ എല്ലാവർക്കും അറിയാം. അവിടെ പോയി പേഴ്സണലായിട്ട് കണ്ട് ഓരോ സാധനങ്ങൾ മേടിക്കുകയാണ് ചെയ്യാറുള്ളത്. അടുത്ത തലമുറയ്ക്ക് ഇത് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് കണ്ടറിയണം. കാരണം വെച്ചാൽ അത്ര എളുപ്പമുള്ള ഒരു സുഖകരമായിട്ടുള്ള പണിയല്ല യാത്ര ചെയ്യുക, സാധനം മേടിക്കുക, സാധനം ഓരോന്ന് ഹാൻഡ് പിക്ക് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുക എന്നുള്ള അത്ര അത്ര ഐറ്റംസ് ഉണ്ട്. ഹലൂക്ക, ഹംസക്ക, പിന്നെ ഈ സാബത്ത് ഡേക്ക് അവർ കൈ വാഷ് ചെയ്യുന്ന ടിഷുണ്ട്, പോട്ടുണ്ട്. അതെല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഉണ്ടാക്കിച്ച് യൂറോപ്പിലേക്കും ഇസ്രായേലിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനതൊക്കെ ഇവിടെ എൻ്റെ കടയിൽ ഞാൻ വിൽക്കുന്നുണ്ട്. കാരണം ജൂതന്മാരുടെ ഒരുമാതിരിപ്പെട്ട റിലീജിയസ് ഐറ്റംസ് എല്ലാം ഞാനിവിടെ വിൽക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇത് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ജൂതന്മാരെ പറ്റിയുള്ള ബുക്കുകൾ എല്ലാം എൻ്റെ ഒരു റാക്കിൽ അത് ജൂതന്മാരുടെ ബുക്കുകൾ മാത്രം ഞാൻ സ്പെഷ്യലൈസ് വിൽക്കുന്നുണ്ട്. അത് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരും ജൂതന്മാരുടെ ഹിസ്റ്ററി പഠിക്കാൻ അറിയാവുന്ന ആൾക്കാരും ചോദിച്ചു വന്ന് ഇവിടെ എന്തെങ്കിലും മേടിക്കാറുണ്ട്. ജ്യൂസാണോ വരുന്നത്? അല്ലല്ല, നമ്മുടെ നാട്ടുകാരും സ്കോളേഴ്സും കോളേജ് കുട്ടികളും എല്ലാം വരുന്നുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ബുക്ക് വിച്ച് ഇദ്ദേഹത്തിൻ്റെ ബുക്കുകൾ ഞാൻ ഒരുപാട് വിറ്റിട്ടുണ്ട്. ഡോക്ടർ എബ്രഹാം ബെന്നറിൻ്റെ ബുക്ക് ഞാൻ ഒരുപാട് വിറ്റിട്ടുണ്ട്. അത് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ റിസർച്ച് ബ്യൂട്ടിഫുൾ സർവേ. ബിക്കോസ് ഇഫ് ദാറ്റ് എബ്രഹാം ബെന്നറിൻ്റെ റിസർച്ച് കറക്റ്റാണെങ്കിൽ ഹിസ്റ്ററി ഒന്ന് റീറൈറ്റ് ചെയ്യണം. അത് ഹിസ്റ്റോറിയൻസ് ഒരിക്കലും സമ്മതിക്കുകയില്ല. ഹിസ്റ്ററി റീറൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ഇതുവരെ കണ്ടുപിടിച്ചിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും എല്ലാം തെറ്റാണെന്ന് പറയണം. അതൊരിക്കലും അവർ പറയുകയില്ല. പിന്നെ എബ്രഹാം ബെന്നർ എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് നമുക്ക് ഒരിക്കലും ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റുകയില്ല. ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈസ് റൈറ്റ്. ഹൗ ക്യാൻ ബോത്ത് ബി റൈറ്റ്? വൺ ഹാസ് ടു ബി റോങ്. സോ ദർ ഇസ് നോബഡി who can authoritatively tell whether Abraham Benner is correct or history is correct. So he has come out with rhetorical evidences about the cemeteries and megals. So it still requires research. For example, white ഇപ്പോൾ ഇരിക്കുന്ന ജൂയിഷ് സിനഗോഗിൻ്റെ ഒരു ബ്രാസ് അവരുടെ ഡോക്യുമെൻ്റ് ഒരു കോപ്പർ ഡോക്യുമെൻ്റാണ്. ഈ കോപ്പർ ഡോക്യുമെൻ്റ് ഒറിജിനൽ ആണെന്നാണ് പറയുന്നത്. പക്ഷേ researchers, one scholar came and said that is wrong, and he has given proof that this is wrong, and that is the scholars' evidences are very authentic. So nobody wants to argue that the scholar is wrong or scholar is right, because we are marketing that synagogue with the copper product. So we don't want to say that is not correct.
we are taken for granted that is original one. But original one is in another museum. And ഇവിടുന്ന് അവരുടെ പ്രോപ്പർട്ടിയൊക്കെ വിറ്റിട്ടാണോ പോയത് അല്ലെങ്കിൽ വെറുതെ ഉപേക്ഷിച്ച് പോവാണ് അവർ പോയ the സമയത്ത്? government of India is very liberal with the Jews. ഉദാഹരണത്തിന് ജ്യൂസിൻ്റെ ഇവിടത്തിലുള്ള വീടുകൾ വിറ്റേച്ച് പോവുകയാണെങ്കിൽ അവർക്ക് ആ വിറ്റ് കിട്ടുന്ന മൊത്തം തുകയും അവർക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകണം. അതിനെവിടെ അവർ പ്രോപ്പർട്ടി അവരുടെ പേരിലേക്ക് ആയിരിക്കണം, അവർ പഴയ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അവർ ഫോറിനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആണെങ്കിൽ അവരുടെ വീട് വിൽക്കുമ്പം അവർക്ക് ഈ കിട്ടുന്ന തുക മുഴുവനും മൊത്തം ഒരു ടാക്സും ഇല്ലാതെ പുറത്തേക്ക് കൊണ്ടുപോകും. ഇങ്ങനൊരു ലിബറലായിട്ടുള്ള ഒരു ഒരു നിയമം വരെ ഒരു രാജ്യത്തും ഇല്ല, ഒരു ഫ്രീ ഒരു രാജ്യത്തും ഇല്ല. സോ ഗവൺമെൻറ് ഈസ് വെരി വെരി ലിബറൽ വിത്ത് ദ ജൂസ്. ദേ ആർ വെരി that's the very reason the Jews loves India. That's the very reason the Jews comes to help India when we had a problem. Jews are always with Indians whenever we had a problem, because not because the money matters, but because the loyalty and the Indians provide shelter for them when they have no country to go. So Jews loves India, and all the Jews who have migrated from India, they love to come back and stay here and tell stories about the good things and good past. So they say the life abroad, here the life is easy, and most of them say here if you ask the Jew who has migrated from India and ask them which say suppose they have lived 70 years or 90 years, which part of your life you have enjoyed more, they will tell you the life they spend in India is the best time of the best time in the life, whole life, because that is the time that's the time they enjoyed the life, they had the liberty. But even in other countries they don't have the liberty like in India. So all the Jews who have migrated, they like to come back, and they come back and praise about our country, praise about the. But Jews have the instinct that they have to go back to Israel and die. So the religious instinct is much in the blood. So they like to go back, and they say Arvideshi or goodbye, and they go back to Israel and spend the rest of their life in Israel. ന്യൂ ജനറേഷൻ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടോ ഇന്ത്യയായിട്ട്? New generation, first our children, many of the Jews who have migrated from here, the children also speak Malayalam, and because the attachment. But when the children come, it is gone. But they talk good about our country. സാർ അവരുടെ ഏതൊക്കെ പ്രോപ്പർട്ടിയാണ് വാങ്ങിച്ചത്? I have bought 2 properties. I had a lot of properties. We are basically one of the largest landlords, and my grandfather's time we lost. We have surrendered most large extent of land during the land sealing and so we inherited a lot of properties. And Mattancherry also, I bought up 2 properties because of my love for maintaining the property, Jewish property here. One was the Sazun property, Sazun House. Bombay. Sazun House in Mattancherry. Which was a heritage property, which is a wooden house. To maintain a wooden house is as I told you, is a liability. So I know it's a liability. So still I bought it because otherwise that will be extended in a few years' time. Second property which I purchased was the property which was housed by, which was earlier synagogue. Elias Cordon's property, which I restoring as much artifacts as possible, which was in the synagogue, and trying to reincarnate whatever it was there and keep the history and heritage. So these are the 2 properties I had, and these properties, if considering my investment, still with you. Yes, these properties are still with me. Considering my investment part, it is not a wise investment. And
wise investor has to get a return out of it. A wooden house is always a burden. I know it won't give me a return. ജൂയിഷ് ലേഡീസ് കുടിക്കുന്ന കുളം അത് എവിടെയായിട്ടാണ്? എൻ്റെ ഒരു പ്രോപ്പർട്ടിക്കകത്താണ്. വളരെ അടുത്താണ്, ശ്രീകോവിലിനടുത്താണ്. അത് കാണാൻ പറ്റുമോ? ഞാൻ കാണിച്ചത്. പിന്നെ ഈ സിനഗോഗ് ഉണ്ടായിരുന്ന ആ ബിൽഡിങ്ങിൽ പഴയ ആ സിനഗോഗിൻ്റെ ആ ഔട്ട്സൈഡ് ഞാൻ പഴയത് ആസ് ഫാർ ആസ് പോസിബിൾ ഐ ആം ഗോയിങ് ടു റീബിൽഡ് ദ facade of the old synagogue to new building. So and I am taking the help of one of the famous architect called Carl Damschel, who is a Swiss architect. And what all was there as original is we are trying to rebuild and show his originality. And like all the furnitures we want to make it as old as possible and in the Jewish style, so that they can see what it was in the olden days. Because I want to have perfection on that, and every time the architect also tells this is what it should be and this is how it should be. എവിടെയുള്ള ആർക്കിടെക്ട്സിനെ അറിയാമോ ഇത് ഉണ്ടാക്കാനൊക്കെ? Architect is a very famous architect. He's a German by blood and he's a Swiss citizen. And he loves India and he comes and stays here. And he's a very expensive architect. I have hired him to make it the best possible building. That is under construction for last 7 or 8 years, still not completed. I want to complete it as early as possible and open up to the public so that people can come and see. So, സാറിൻ്റെ മക്കൾക്കൊക്കെ ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടോ? Well, my eldest son is a businessman and he always tells, he always calculates and tells, okay, my investment is a stupid investment. Second son follows my track and he's interested. And overall, I think my second son will continue the legacy and will retain the buildings. And I have a daughter too. She is married and her husband is a leading choir exporter. She goes to office and she is very busy with the work, with the factories and administration. ആലപ്പുഴയാണ്? Cherthala. Palm Fibers is the company's name. Palm Fiber. And she and husband manages the company. Wife? My wife is a homemaker. She is from Palai, from a traditional family called Kallivele. Kallivele. Yeah. And my father-in-law is also a planter. So she's a homemaker. Very religious. She goes to church every day. Like there is. Father ഇവിടെ ഏത് ഏരിയയിലാണ് വരുന്നത്? മട്ടാഞ്ചേരി വരുന്നത്? My father was a choir dealer and he was an oil merchant dealer also. And besides that, he was also a spices dealer. And my father was very educated. He was olden days BA become LLB, and he was roommate of Swami Chimnyananda Swami, and they used to read almost. They say both of them say there is not much books which is not read by them in the library of the college library. And Swami takes the books, and my father takes the books, and they debate on these books. And they were very literate. And my father, as I told, my father was very much interested in bridge game. And he has made a trophy, golden trophy, which is presented for the rich players coming there. It's a golden trophy which is costing about 30-40 lakhs rupees or even more now. So it is given
as a trophy, and now it's been taken back and set to locker because that's a very valuable trophy made of a 12-inch golden trophy, or pure golden trophy. And this, as I told you, is interest for the bridge. And this tournament normally carried out for 3 days. So Jews comes there. Mostly bridge players come all over India, comes there and play bridge for 3 days. And the best player gets the award. And the party, the game is sponsored by my father, and the dinner is also always sponsored by our company in Arabic, Sijon and Sons. ഏത് ഇയറിൽ എവിടെ വരുന്നത് അദ്ദേഹം? 1975 came. ഫാദർ My father was in Alapi, he was doing the choir, and I was sent here to do the spices business. So that was in 75. Almost 50 years I completed in Mattancherry. So I would say I'm one of the oldest spices dealers here. ഈ ആൻറ്റിക് ഷോപ്പ് അതുപോലെയുള്ള സംഗതികൾ നടത്തുന്ന ആൾക്കാർ ശരിക്കും ചരിത്രം സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഉപരിയായിട്ട് നമ്മുടെ പുരാതന ചരിത്രങ്ങൾ ഈ ആൻറ്റിക്സിലൂടെ വീണ്ടും റിവീൽ ചെയ്യപ്പെടുകയാണ് അല്ലേ? ശരിയാണ്. ആൻറ്റിക്സ് പഴയ തലമുറയ്ക്ക് നമ്മുടെ ഉദാഹരണത്തിന് അടുക്കളയിൽ ഉപയോഗിച്ചിരിക്കുന്ന പല സാധനങ്ങളും പുതിയ ആൾക്കാർ കാണുവാണെങ്കിൽ അതൊരു അതിശയമായിട്ട് തോന്നും. മരവികൾ, ഭക്ഷണം കൊടുക്കുന്നതിനുള്ള പാത്രങ്ങൾ, ഉരുളികൾ, കൈ പിടിക്കുന്നത്, പിന്നെ ഓരോ ഭക്ഷണത്തിനും ഓരോ തരം തടിയിലെ പ്ലേറ്റുകളും സെർവ് ചെയ്യുന്ന ഡിഷസുകളും ഉണ്ടായിരുന്നു, പ്ലേറ്റുകളും ഉണ്ടായിരുന്നു. അതെല്ലാം എക്സ്റ്റെൻഡായി. ഇപ്പം ഇത് കാണിക്കുകയാണെങ്കിലോ ആൾക്കാർ ചോദിക്കും, ഇതെല്ലാം അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണോ എന്ന് ചോദിക്കും. അതൊക്കെ കൃഷി ഉപകരണങ്ങൾ, കൃഷി എല്ലാ ഫീൽഡിലും ഇതുപോലെ ഉണ്ട്. എല്ലാ ഫീൽഡിലും ഉണ്ട്. ഞാൻ കിച്ചൻ്റെ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്. ഉദാഹരണത്തിന് തവി തൂക്കാനായിട്ട് ഉള്ളൊരു ഹോൾഡറുണ്ട്, അതിനകത്താണ് തവികളൊക്കെ തൂക്കിയിരുന്നത്. വേറെ ഉപ്പ് സൂക്ഷിക്കാനായിട്ട് തടിയിലുള്ള ഭരണികളുണ്ട്. അപ്പോൾ ചക്കര സൂക്ഷിക്കാനായിട്ട് ചക്കരത്തുണികളുണ്ട്. പിന്നെ എല്ലാത്തിനും ഇതിപ്പോൾ ഓരോ യൂട്ടൻസിൽസ് ഉണ്ട്. അതെല്ലാം എക്സ്റ്റെൻഡ് ആയിരിക്കുകയാണ്. അതെല്ലാം ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും അവൈലബിൾ ആണ്. ഈ ബുദ്ധൻ്റെ പ്രതിമകൾ ഒരുപാട് ഇവിടെ സാറ് സൂക്ഷിച്ചിട്ടുണ്ടല്ലോ. എന്താ ബുദ്ധൻ്റെ പ്രതിമയായിട്ട് വരുന്നത് മിക്കവാറും ഇമിറ്റേഷൻസാണ്. ബുദ്ധൻ ഇവിടെ വന്നതായിട്ട് ഉള്ള ഹിസ്റ്ററിയിൽ ബുദ്ധൻ കേരളത്തിൽ വന്നതായിട്ട് 2 ടെമ്പിളോ എന്നെ ഉള്ളെന്നാണെങ്കിൽ ഡോക്ടറിന് പറയാൻ പറ്റുമല്ലോ. ബുദ്ധൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആലപ്പുഴ മുല്ലയ്ക്കൽ ഒരു ക്ഷേത്രത്തിൽ ബുദ്ധക്ഷേത്രമുണ്ട്. അതും ജെയിൻ ക്ഷേത്രമാണ്. ജെയിൻ ഇസ് ഓൾസോ പാർട്ട് ഓഫ് ബുദ്ധൻ്റെ ക്ഷേത്രമായിട്ടും ഇല്ല. ബാക്കിയുള്ള എൻ്റെ ഇവിടെ ഒരുപാട് ബുദ്ധ സ്റ്റാച്യൂസ് ഉണ്ട്. അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് പുതുതായിട്ട് ഉണ്ടാക്കി ഇവിടെ വിൽക്കുന്ന സ്റ്റാച്യൂസാണ്. അതുപോലെ തന്നെ ഈ ബുദ്ധൻ്റെ ഒരുപാട് സ്റ്റാച്യൂസ് പഴയതായ നോട്ടത്തിൽ പഴയതുപോലെ ആക്കി നേപ്പാളിൽ നിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂട്ടാനിൽ നിന്ന് വരുന്നുണ്ട്. അതെല്ലാം ഞാൻ അവിടെ നിന്ന് മേടിച്ചുകൊണ്ടൊന്ന് വിൽക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരും ചില സാധനങ്ങളൊക്കെ ആർക്കിയോളജി തന്നെ കാണുവാണെങ്കിൽ സംശയം തോന്നി ഇത് പഴയതാണോ പുതിയതാണോ എന്ന്. എല്ലാം പുതിയതാണ്. ആലപ്പുഴയിലും ബുദ്ധൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു. കരിമാടിക്കുട്ടൻ എന്ന് പറയുന്നത് ബുദ്ധനെ ഉദ്ദേശിച്ചു. അത് കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പം അവിടെ നിരണം വരെ ഈ നമ്പൂരിമാർ പോയിരുന്നു. ഇവിടെ അധികം ബുദ്ധക്ഷേത്രമായിട്ട് അധികം ഇല്ല. ബുദ്ധക്ഷേത്രം എന്ന് പറയുന്നത് നമ്മൾ പള്ളികളുണ്ടല്ലോ ഇവിടെ. പള്ളി എന്ന സ്ഥലപ്പേരുകളെല്ലാം തന്നെ ബുദ്ധിസ്റ്റ് കേന്ദ്രങ്ങളായിരുന്നു. പള്ളി പേട്ട ജൈനന്മാരുടേതായിരുന്നു. ഗ്രാമം
എന്താ പറയുക, ഇത് പട്ടന്മാരുടെയും ഗ്രാമപട്ടന്മാരുടെയും നമ്പൂതിരിമാരുടെ വളരെ കുറവായിരുന്നു. എന്നാലും അവർക്ക് കേരളത്തിൽ 32 ഗ്രാമങ്ങളും കർണാടകത്തിൽ 32 ഗ്രാമങ്ങളാണ് നമ്പൂതിരിമാർക്കുണ്ടായിരുന്നത്. ഈ കൊച്ചിയിലെ ജൂതന്മാർ കളിച്ചിരുന്ന കളിയുടെ പറ്റി ഒരാൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അത് ഞാൻ അയച്ചു തരാം, സാറിന് അയച്ചു തരാം. ഓക്കെ, താങ്ക് യു. വേണം. അല്ല, കുറേയധികം എഴുതാനും കുറേയധികം പബ്ലിഷ് ചെയ്യാനും ഉണ്ട് ഇത്തരം കാര്യങ്ങൾ. നമ്മൾ പിന്നെ ഒന്ന് ബേസിക്കായിട്ട് ഇതൊന്ന് തുടങ്ങി വെക്കുക എന്നുള്ളതാണ്. ജൂയിഷ് കൺവെർട്ടഡ് ഹിന്ദുസ്, ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ്. ഇത് വണ്ടർഫുൾ സ്റ്റോറിയാണ്. ഇപ്പോൾ നമ്മൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അപ്പം ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പം മുസ്ലിമാണ്, പക്ഷേ പുള്ളിക്കാരൻ ബെന്യാമിൻ ഗോത്രക്കാരനാണ്. ബെന്യാമിൻ മാത്രമല്ല, അതിൽ അഫ്ഗാന കുടുംബക്കാരനാണെന്ന് പറയുന്നത്. അഫ്ഗാന കുടുംബക്കാർ മുഴുവൻ ഖാന്മാരെല്ലാം അഫ്ഗാന കുടുംബക്കാരാണെന്ന് പറയുന്നത്. അതെല്ലാം തന്നെയും ബെന്യാമിനാണ്. ഈ മുസ്ലിംസിൽ ഷാരൂഖ് ഖാൻ മുതൽ യൂസുഫ് ഖാൻ, ഇമ്രാൻഖാനും അതിർത്തി ഗാന്ധി, ഖാൻ അബ്ദുൽ ഗഫർ ഖാനും നമ്മളുടെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള ഖാന്മാർ, ഷാരൂഖ് ഖാൻ, ഇമ്രാൻ ഖാൻ, അതിർത്തി ഗാന്ധി, പഴയ നമ്മളുടെ ആൾക്കാർ, ഈ ഖാന്മാരെല്ലാം അഫ്ഗാന കുടുംബക്കാരാണ്. അഫ്ഗാന എന്ന് എന്നിട്ടാണ് ഖാൻ എന്നുള്ള വാക്ക് വരുന്നത്. ഈ അഫ്ഗാന എന്ന് പറയുന്നത് അദ്ദേഹം ഷൗൽ രാജാവിൻ്റെ, ആദ്യത്തെ ഇസ്രായേൽ രാജാവായിട്ടുള്ള ഷൗലിൻ്റെ മകനായിട്ടുള്ള ജെർമിയയുടെ മകനാണെന്ന് പറയുന്നത്. ഈ ജെർമിയ യുദ്ധത്തിൽ, ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ മരിച്ചു പോയപ്പോൾ അതിനുശേഷം ഈ അഫ്ഗാന കുട്ടിയെ ദാവീദ് രാജാവാണ് എടുത്ത് വളർത്തിയത്. അന്ന് ശലോമോൻ്റെ പ്രായമാണ്. ഇവർ രണ്ടുപേരും ഒരേപോലെ തന്നെ വളർത്തിക്കൊണ്ടുവന്നത് ദാവീദാണ്. അപ്പോൾ ശലോമോൻ രാജാവായപ്പോൾ ഇവനെ സർവ്വസൈന്യാധിപനാക്കിയിട്ടുള്ളതാണ് അഫ്ഗാനെ. അപ്പോൾ ശലോമോൻ രാജാവും സർവ്വസൈന്യാധിപൻ അഫ്ഗാനയുമായി. ആ കുടുംബം, അഫ്ഗാന കുടുംബം, ഇസ്രായേലിലെ പ്രമുഖമായിട്ടുള്ള സാമ്പത്തിക കുടുംബമായിരുന്നു. ഈ കുടുംബക്കാർ ആണ് BC 607 നബൂഖദ്നേസർ യഹൂദിയെ ആക്രമിച്ചപ്പോൾ യഹൂദിയുടെ ചെങ്കടൽ തുറമുഖമായിട്ടുള്ള ഏലോത്തിൽ നിന്നിട്ട് കപ്പൽ കയറി, തർസീസ് കപ്പലുകൾ, 3-4 നിലയുള്ള തർസീസ് കപ്പലുകൾ, ആയിരക്കണക്കിന് ആൾക്കാർക്ക് കയറാവുന്ന ഈ തർസീസ് കപ്പലുകളിൽ അവർ കയ്യിൽ കിട്ടാവുന്നതായിട്ടുള്ള സ്വർണവും രത്നങ്ങളും വിലയേറിയതും മക്കളെയായിട്ട് ചെങ്കടൽ കൂടിയിട്ട് കടന്ന് ഇവിടെ ഗൾഫ് കടന്നിട്ട് കറാച്ചിയിൽ വന്നിറങ്ങി. പരിസരങ്ങളിൽ വന്നിറങ്ങിയതായിട്ടുള്ള 2 ഗോത്രങ്ങൾ, ദാവീദ് ഗോത്രവും അല്ലെങ്കിൽ യഹൂദ ഗോത്രവും ബെന്യാമിൻ ഗോത്രവുമാണ്. ഇവർ മക്രാൻ, സിന്ധ്, ബലൂചിസ്ഥാൻ ഭാഗങ്ങളിലും പിന്നെ സരസ്വതി നദീതടത്തിലുമാണ്. അപ്പോൾ സരസ്വതി നദീതടത്തിൽ ഡേവിഡ് ഈ ഡേവിഡിൻ്റെ ആൾക്കാർ ജീവിച്ചിരുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ശലോമോൻ കുന്നുകൾ എന്ന് പറയപ്പെടുന്ന പാകിസ്ഥാനിലെ ഇന്നത്തെ സുലൈമാൻ റേഞ്ച്. ഈ സുലൈമാൻ റേഞ്ചിൽ ഒരുപാട് കല്ലറകളുണ്ട്, ഒരുപാട് നന്നങ്ങാടികളുണ്ട്. ഇതുവരെതാണ്. അതേപോലെ തന്നെ മക്രാനിലും കറാച്ചിയിലും സിന്ധിലും പാകിസ്ഥാനിലും. ഇതെല്ലാം ലോ സ്ട്രൈപ്സിൻ്റെ കല്ലറകളാണ്. ലോ സ്ട്രൈപ്പിൻ്റെ ഈ കല്ലറകൾ. അപ്പോൾ അവിടെ നിന്നിട്ടാണ് ഇവർ സരസ്വതി നദീതടത്തിൽ ജീവിച്ചിരുന്നത്. സാരസ്വതർ എന്ന് പറഞ്ഞ നമ്പൂരിമാർ, അല്ലെങ്കിൽ ശകന്മാരും. അതേപോലെ തന്നെ ഗോർ പ്രദേശത്ത്, ആ ഗോർ പ്രദേശമാണ് ഗൗഡ് പ്രദേശമായിട്ട്. അവിടെ ജീവിച്ചിരുന്നത് ബെന്യാമിൻ ഗോത്രക്കാരുമാണ്. അവരെയാണ് ഗൗഡ സാരസ്വതർ എന്ന് പറയുന്നത്. ഈ ഗൗഡ സാരസ്വതരും ജീവിച്ചുകൊണ്ടിരുന്ന കാലത്ത് ദാവീദ് ഗോത്രക്കാർ, അല്ലെങ്കിൽ യഹൂദ ഗോത്രക്കാർ ബലൂചിസ്ഥാൻ മലനിരകളിലാണ് ഉണ്ടായിരുന്നത്. അന്നാണ്, അല്ലെങ്കിൽ ആ കാലത്തിലാണ് ദാരിയൂസ്
സൗത്ത് അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നത്. ഈ ആക്രമണ വേളയിൽ സരസ്വതി നദീതടത്തിൽ നിന്നിട്ട് തെക്കോട്ട് സിന്ധു, ഗുജറാത്ത്, മഹാരാഷ്ട്ര കടന്ന് കർണാടകത്തിലും കൊങ്കൺ പ്രദേശത്തിലും എത്തി. അവരാണ് സാരസ്വതർ നമ്പൂതിരിമാരും ഗൗഡ സാരസ്വതർ കൊങ്കണികളും. സാരസ്വതർ ആര്യൻസ് അല്ലേ? സാരസ്വതർ ആര്യൻസാണ്, ശകന്മാരാണ്. അവരിൽ നിന്നിട്ടാണ് കേരളത്തിലെ നമ്പൂതിരിമാരും കർണാടകത്തിലെയും കേരളത്തിലെയും പോറ്റുമാരും ഉണ്ടാകുന്നത്. അവർ ആര്യൻസാണ്. അതേസമയത്ത് ഗൗഡ സാരസ്വതർ ജ്യൂസാണ്, ബെന്യാമിൻ ഗോത്രക്കാരാണ്. ഇത് നമ്മൾ കൊങ്കണികൾ എന്ന് പറയുന്നത് ഒരു GS ഗൗഡ സാരസ്വത ബ്രാഹ്മൺസ്. ഇപ്പോൾ നമ്മൾ ഷെണായി, പ്രഭു, മല്ലര്, കമ്മത്ത്, ഹെഗഡെ, കിണി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 10 ഗോത്രങ്ങളുണ്ട്. അവരെല്ലാം തന്നെ ഈ ഗൗഡ സാരസ്വതരാണ്. ഗൗഡ സാരസ്വതർ ബെന്യാമിൻ ഗോത്രക്കാരാണ്. ഈ ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ട പ്രമുഖനായിട്ടുള്ള കുടുംബക്കാരനാണ് അഫ്ഗാന കുടുംബം. ഈ അഫ്ഗാന കുടുംബക്കാർ പിൽക്കാലത്ത് മുസ്ലിം മതം സ്വീകരിച്ചു, ഇസ്ലാം മതം സ്വീകരിച്ചു. അതേസമയത്ത് ഗൗഡ സാരസ്വതർ ഹിന്ദു മതം സ്വീകരിച്ചു. അഫ്ഗാന കുടുംബക്കാർ ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് നമ്മളിവിടെ നിന്ന് അറിയപ്പെടുന്നതായിട്ടുള്ള മുഴുവൻ ഖാന്മാരും. നമ്മുടെ പഴയ അതിർത്തി ഗാന്ധി ഗഫർ ഖാനും ഇവരിൽ നിന്നിട്ട് ബെന്യാമിൻ ഗോത്രക്കാരിൽ നിന്നിട്ട് ഈ കൊങ്കണികളുണ്ടായി. കൊങ്കണിയിൽ കുറേ പേര് ക്രിസ്ത്യാനികളുണ്ടായി. ആ ക്രിസ്ത്യാനികളിൽ പ്രമുഖനാണ് നമ്മൾ ജോർജ് ഫെർണാണ്ടസിനെ പോലുള്ള. ജോർജ് ഫെർണാണ്ടസ് മംഗളൂരിയൻ ക്രിസ്ത്യനാണ്, പക്ഷെ കൊങ്കണി ക്രിസ്ത്യനാണ്. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഫയർ ബ്രാൻഡ്. അത് ജൂതൻ്റെ രക്തമുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു സ്റ്റൈൽ പറയുന്നത്. പക്ഷെ പ്രമുഖനായ പീറ്റർ ആൽവാരിസ് ഈ കൊങ്കണികളെ കൺവേർട്ട് ചെയ്ത് നമ്മളെ കേരളത്തിൽ നസ്രാണികൾ സെൻറ് തോമസിന് 2000 കൊല്ലം പഴക്കമുണ്ടെങ്കിൽ മംഗളൂരി ക്രിസ്ത്യൻസിന് വെറും 200-250 കൊല്ലം പഴക്കമുണ്ട്. അതങ്ങനെയാണ് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രശ്നം. അത് കൊങ്കണികളാണോ? അത് കൊങ്കണിയാണ്. അവിടുത്തെ പള്ളിക്ക് എത്ര കൊല്ലം പഴക്കമുണ്ട്? എനിക്ക് ഉറപ്പിച്ചു. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാൻ അതിനകത്ത് കയറിയിട്ടുള്ളതാണ്, നോക്കിയിട്ടുള്ളതാണ്. എന്നാലും ഒരു 500 കൊല്ലത്തിൻ്റെ ഉണ്ടെന്ന് അനുഭവം. 500 കൊല്ലം ഉണ്ടോ എനിക്ക് ഉറപ്പില്ല. പഠിക്കണത് കൂടുതലായിട്ട് പഠിക്കേണ്ടതാണ്. പക്ഷെ 48 അതായത് പോർച്ചുഗീസ് വാസ്കോഡി ഗാമ വന്നതിന് ശേഷം ഇവർ പോർച്ചുഗീസിൻ്റെ ഏറ്റവും വലിയ സ്വാധീനമുണ്ടായിരുന്നിട്ടുള്ള സ്ഥലം ഗോവയാണ്. അപ്പോൾ അവിടെ കുറേ ക്രിസ്ത്യൻസ് ഉണ്ടായി. അവരെ കാണാനാണല്ലോ ഇദ്ദേഹം വരുന്നത്. അപ്പോൾ അതൊരു ക്രിസ്ത്യൻ ചരിത്രമാണ്. നമ്മൾ ആ ഭാഗത്തേക്ക് പോകാം. ഇല്ല, വിളിക്കാം, കാണാം. അടുത്തേക്ക് വരുമ്പോൾ ഞാൻ പറയാം. ഈ യഹൂദയുടെ വരുന്നത് ഒരു ബാഗുമായിട്ട് വരുന്നു. അതിലൂടെ വന്നു കഴിഞ്ഞ് ഏതെങ്കിലും റെഡിമെയ്ഡ് കടയിൽ പോകും. ആ ഡ്രസ്സുകളൊക്കെ അയാൾ ഓർഡർ ചെയ്തിട്ട് അയാൾ പോകുന്നത് ഒരു ബാഗ്, ചെറിയൊരു ബാഗ്, കൂടുതൽ 10 കിലോ 5 കിലോ 10 കിലോ. അയാൾ തിരിച്ചു പോകുമ്പോൾ വരുന്ന ബുക്കുകൾ പിടിച്ചുണ്ടാകും. യഹൂദ അയാൾ ഇവിടുത്തെ ബുക്കുകൾ ചീപ്പാണ്, റിലേറ്റീവ്ലി ചീപ്പറാണ്. ഇന്ത്യൻ റുപ്പി കൊടുത്തിട്ട് മേടിക്കല്ലേ വിദേശത്തില്. അപ്പോൾ there is a township, I forgot the name. The township was a completely Hindu township. And the Muslims attacked the Hindus village and they destroyed destroyed the whole place and they set on fire. And the houses in Gujarat traditionally made with wood. And the wooden decorations are in a peculiar manner. These are the remains of the wooden articles which are left over from the Gujarat houses. We purchased and brought. We brought it. These are old, minimum 200-300 years old, all are teak wood. How many years? 300. Much more. I will give you the link for that. You study that. Yeah.
ഗ്രേറ്റ്. എല്ലാം ഗുജറാത്ത് പോയെടുത്തതല്ല. ഇതെല്ലാം ഗുജറാത്താണ്. ആൻഡ് ദീസ് ഈ തേരിൻ്റെ പാട്ടുകളാണ്. തേരിൻ്റെ ഗോഡസ് ഒന്നുമില്ലേ? ഹിന്ദു ഗോഡ്സിൻ്റെ lots and lots of them. All lots and goddesses, goddesses. Yes. All are. ഇതെവിടെയുള്ള ഇന്ത്യൻ This is actually tribal art. ട്രൈബൽ Tribal art coming from Kannur. Kannur, മംഗലാപുരം to പാലക്കാട്ടിൻ്റെ ആ ഏരിയയിൽ കാണുന്ന ഒരു ടെമ്പിളിൽ കാണുന്ന ട്രൈബൽ ആർട്ടാണ്. നന്ദിയാണോ? നന്ദിയല്ല. ദിസ് ഇസ് നന്ദിയല്ല, ട്രൈബലിൻ്റെ ഒരു പൊലിമുഖമുള്ളതാണ്. പുലിയുള്ളതാണ്. സേ their god and goddess are made on animals and ഉടനല്ലേ? ഊടനാണ്. പുലിക്കൊമ്പൻ. ഈ രുദ്രവീണ എടുത്ത രുദ്രവീണ should have been from കർണാടക ഏരിയയിൽ നിന്നുള്ളതാണ്. രുദ്രവീണ. This is again from Palakkad. അതൊരു വേറെ ടൈപ്പിലാണ്. ബാച്ചിലർ സെക്ഷൻ. ആശുപത്രിയാണ് വിചാരിക്കുന്നത്. അത് ചിത്രകലകളല്ലേ? നമ്മളിവിടെ കാണുന്ന ഒരു ഹിസ്റ്റോറിയനായിട്ടാണ്. അതാ എൻ്റെ ഹിസ്റ്റോറിയനായിട്ടാണ്. അല്ലാതെ ഒരു ആസ്വദിക്കുന്ന ആളായിട്ട് കാണാൻ പറ്റില്ല. കച്ചവടക്കാർക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല കളക്ഷൻസ്. ഇതൊരു സിലോൺ മാസ്കാണ്. സിലോൺ. അവർക്ക് അസുഖം വരുമ്പോഴാണ് ദേ നോട്ട് which prayer, they take the mask and they come and dance and they pray. And these are, for every disease they have a particular mask. This is a particular mask which you can use for Ceylonese, for when you get sick they come and വസൂരിക്ക് വസൂരി ഉണ്ടല്ലോ ഇവിടെ. വസൂരി ഞാൻ വസൂരി ദേവിയോ വസൂരി മാതാ. ഇതെന്ത് ചെയ്യാൻ? ഇത് മണിയാണോ? അല്ല, ഇത് പഴയ കാലത്തുള്ള ഈ വാനിറ്റി ബാഗ്. No. This is used for the army. For a gun വെക്കുന്നതാണ്. Gun metal powder ഇടുന്നതാണ്. പൊടി. This is used for the gunmetal powder. So it must have been used by the Britishers. The weapon and made in India. Probably these are handmade. Look at this workmanship. This must have been made in India, but originally used by the Britishers, because to make this kind of handmade artifacts, it's
cost you lots in abroad. So this must have been made in India by the Britishers. Look at the chain is all handmade. In a document box. കൂടുമല്ലേ Olden. എല്ലാം സൗത്ത് കാനഡ അതിൻ്റെ സൗണ്ട് വ്യത്യാസം കാണും, അതിൻ്റെ ക്വാളിറ്റിയുടെ ക്വാളിറ്റി വ്യത്യാസം കാണും. ആൻഡ് ദാറ്റ് വിൽ ബി യൂണിക്, വേറസ് യു ബൈ എ കോമൺ വൺ യു ഫൈൻഡ് ഇറ്റ് പ്ലെന്റി. These are temple bells. ടെമ്പിൾ ബെൽസ്. These are made by women, and this owner runs it for a social, as a charity. യുവർ CSR program. Yeah, not a CSR program. She does it as a charity. Like Who is this? this lady is actually our India. from Kerala. Kerala. Chakula. Chakolas. Chakula will Cotton handicraft. Cotton. She is married. Mukut. Her husband is a Mukut. Muthoot. She does it for a charity. അതിൻ്റെ പ്രത്യേകത വെച്ചാൽ അതിന് പുറകിലും കംപ്ലീറ്റ് കാർവിംഗ് ആണ്. നടരാജിൻ്റെ പുറകിലും കൊത്തുപണികൾ ഫുൾ കാർവിംഗ് ആണ്. പുറകിലുള്ള കാർവിങ് എന്തുവാ അത്? റോസുകളുണ്ടാക്കിയ കാർവിംഗ് ആണ്. അല്ല എന്തെങ്കിലും സിമ്പലുണ്ടോ? എന്തോ എന്തെങ്കിലും പ്രത്യേക മീനിങ് അറിയില്ല. ഹിന്ദു മിത്തോളജിക്കൽ കാർവിംഗ് ആണ്. ലോട്ടസ്, യു കൻ ഫൈൻഡ് ഔട്ട് ദി ലോട്ടസ്, രുദ്രാക്ഷ, ശംഖ്. And on the what you say, what you find here is this is coconut. കോക്കനട്ട്. ഒരു പ്രത്യേക തരം കോക്കനട്ട് ഉണ്ട്. This is a coconut. This is called the coconut mare. That means coconut of the sea. Olden days when the sailors used to find this in sea, and they pick it up, and then when they come to the port like Goa, they send it to the local people. So the sailors call this that coconut mare. That means coconut of the sea. And this is coconut is known as the sails. And this is a heritage and national tree. And they will not allow this fruit to be carried out outside the country. If anybody is caught carrying the seeds, they will be punished. അതിന് ഭയങ്കര വിലയുള്ള. A Japanese pot. And this pottery is known, the art of making similar perfect pottery is known only to Japanese, and this is made in a particular island or particular region. And after the bombarding of Second World War, when Japan was bombed, the artisans, Japan's this pot, Japanese goods were banned, or Japanese goods were not been they could not market this product in Europe. So the artisans became poor, and so the world heritage gave encouragement for these artisans to restart it. So this is
Everything you find on this decorations are all pure gold. ഓ ആ സാറേ ഗോൾഡ് Pure gold. ശരി Made by President Award artisan. ഹു ഡിഡ് ഇറ്റ് I don't know his name is. I can give details from our catalog. This is made by a President Award winner, and look at the perfection of the art. So perfect, and every minute things are depicted so well. Krishna is made by an award-winning artist, ഇൻ കേരള Kerala from Trivandrum. So they are old people. After this generation, there won't be any more artisans because they are become very old. ഭയങ്കര ക്യൂട്ട് And that's an important one. അതെല്ലാം വെറുതെ കിടക്കും You cannot take the loan because this is an old building. It's more than 200 years old. You can keep things there, but it's not safe because everything has got an age. Look at the width of this pillar wall. It's almost 4 feet width is 4 feet is the width of this wall. All laterite and limestone. This will not come. So to avoid the termite coming up, they have put a line of Kerala leaves like Marotianade ലീഫ് പിന്നെ അതൊരു ലീഫ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ പുറത്ത് കുമ്മായി ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടുത്ത് നീമിൻ്റെ ഇല ഇട്ടേച്ച് അടുത്ത കുമ്മായി ഇട്ടിട്ടുണ്ട് സോ ദാറ്റ് വെൻ ദ termite comes up they will be repelled by these leaves. The leaves are still intact. Still intact. When you restored it, we found these things are still intact. More than 200 years old leaves are still there, like keeping a It's by chance. Monuments. പഴയ ഒരു കടയാണ് പഴയൊരു കടയാണ്. ഈ സ്ട്രീറ്റിലും അങ്ങനത്തെ കട ഉണ്ടായിരുന്നു ഇല്ലായിരിക്കും You must have seen some pictures, and the painting is done as per his imagination. ഓ ഓക്കെ Looking at the picture, it should have been 100 years old because this is a metal can. Metal can is. ഓ ശരി ഇതൊരു ട്രാവൽ എഴുതാന്നുള്ള ഒരു ട്രാവൽ എഴുതാന്ന് ഡോങ്കി ആൻഡ് ഹോഴ്സ് ഓ മ്യൂൾ അത് ശരി രണ്ടോട് മിക്സ് ആ ലൈറ്റ് ഇവിടുത്തെ ലൈറ്റ് ഇതൊരു ഒറിജിനലി is a temple piece. This is from Calicut area, Kannur area എന്നുള്ളതാണ്. A bull of Mangalore. Single wooden piece. Many of them are replica. More
On the top you find Tanju paintings. തൊട്ടുള്ള കളക്ഷൻ ആയിരിക്കും അല്ലേ? This is from Tanjore. താഞ്ചൂരിലെ അമ്പലത്തിൽ കാണുന്നതാണ്. തഞ്ചാവൂർ. ഇത് ഗോഡാ സാർ അറിയാമോ? ഏഞ്ചൽ. ഏഞ്ചൽ. ടെമ്പിളിൽ ഏഞ്ചലുണ്ടോ? ടെമ്പിളിൽ ഏഞ്ചലുണ്ട്. ഉണ്ടല്ലേ? That's also an angel from Tanjore. That's it. This is an old one. That's an old new one. ഇതിൽ പഴയ വീടിൻ്റെ ഡോറിൻ്റെ മുകളിലാണ് മിക്കവാറും there will be ടെമ്പിളിലെ ഏഞ്ചൽ ഏതാന്നാ പറഞ്ഞു? ഏത് ടെമ്പിളിലുള്ള ഏഞ്ചൽ ഏതാ? ടെമ്പിൾസ് കാണുന്ന ഏഞ്ചൽസ് ഏതാ? ദിസ് ഇസ് ടെമ്പിൾ ഏഞ്ചൽ. താഞ്ചൂർ അതിൻ്റെ റിഫ്ലക്റ്റാണത്. This is a Christian angel, replica. Probably the last blow uണ്ടല്ലോ ഏഞ്ചൽ വരുന്ന. Death comes out of the tomb. This is replica of that, and this is temple angel. തമ്മിൽ നല്ല സാമ്യമുണ്ടല്ലേ? കുറച്ച് ചിറക് രണ്ടുപേർക്കും ഉണ്ട്. Most angels has wings. Vegetable bed. ഈ ബെഡ് പഴയ ബെഡാണ്. അൺഫോർച്ചുനേറ്റ് ദി ഡിഫക്റ്റ് ഈസ് പഴയ കാലത്ത് ആൾക്കാരൊക്കെ ചെറുതായിരുന്നു. So but we need now 6.5 feet, 7 feet length for the bed. But olden beds are genuine beds are normally of smaller size. So people don't like it because it's smaller size. Temple door with all brass outside. Brass outside. If you ശാലം ബ്രാസിനോട് കളങ്ങ് അറിയാം കംപ്ലീറ്റ് ടീക്ക്. French. ഇത് പഴയ കേരള കോയിൻ ബോക്സ് ആണ്. കോയിൻ ദിസ് ഇസ് ഓൾഡ് ബട്ട് ദീസ് ആർ ഡ്യൂപ്ലിക്കേറ്റ്. That's also temple door. ടെമ്പിൾ ഡോർ. സാർ ഒരിക്കലും വിൽക്കുകയല്ലെന്നോ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സ്റ്റാച്ചു വല്ലതും ഉണ്ടോ? വിൽക്കാൻ താല്പര്യമില്ലാത്ത? Yes. I have got a painting which is a flag. A flag. പഴയ കാലത്ത് ഗോവയിൽ കേരള കൾച്ചറുമായിട്ട് മിങ്കിൾ ചെയ്ത് ഉള്ള ഒരു ഫ്ലാഗാണ്. അതായത് പ്രൊസഷൻ പോകുമ്പോൾ ഈ ഫ്ലാഗ് നുകിൽ വെക്കും. അതിൻ്റെ അകത്ത് പള്ളിയിലെ കുഞ്ഞുങ്ങളുടെ പടവും കാണും. പിന്നെ ഈ പ്രൊസഷൻ്റെ പുറമെ പള്ളിയിൽ ഒരാളെ പല്ലക്കിൽ കൊണ്ടുപോകും. പല്ലക്കിൽ കൊണ്ടുപോകുന്ന നേർച്ച കുറിയെടുത്താണ് കൊണ്ടുപോകും. Because in each church there may be 12 priests. One priest ലോട്ട് ഇടുമ്പോൾ ഒരു പ്രീസ്റ്റിനായിരിക്കും കിട്ടുന്നത്. സപ്പോസ് എബ്രഹാം ബെൻ ഹെർ ഈസ് ഗിവൺ
ലോട്ട് വീണെന്ന് നോക്കുക. എബ്രഹാം ബെന്നറിനെ ആ പെരുന്നാളിൻ്റെ ദിവസം പല്ലക്ക് കയറ്റി നാട്ടുകാരെല്ലാവരും പള്ളിയുടെ ചുറ്റിനും കൊണ്ടു നടക്കും. സോ ഐ ഹാഡ് എ പല്ലക്ക് ആൻഡ് ഓൾസോ ദി ഫ്ലാഗ്. The flag, pallak was big. I can't keep it in my house. The flag, I will keep it. അത് ആരുടെ ഫ്ലാഗ് ആയിരുന്നു ശരി? St. Mary. Mary. St. Mary. And interesting thing is that flag is made by vegetable paint. That is invariably they have hired Kerala artists to make it. The Kerala artists ഒരിക്കലും ഉണ്ടാക്കുവാണെങ്കിൽ അവരുടെ ആർട്ട് നോക്കുകയാണെങ്കിൽ അറിയാം. Because their Kerala artisans are mainly temple artists. If you make temple statues, you can make out. Because temple statues, the fingers are longer. And they have certain characters in the temple statues. And a temple statue person, if he's asked you to make a Christian statue, he can't replicate it because his inborn artistic style of making a Hindu statue will be incorporated in the Christian statue. So this painting is definitely done by Malayali, Indian, South Indian, and painting is done by foreigner. So that's a painting I will not part with. ഇതാണ് ഹിസ്റ്ററി. പഴയ മോപ്പാണ്, അതായത് റീവർക്ക് ചെയ്ത് കളർഫുൾ ചെയ്തതാണ്. ബിക്കോസ് എവരിബഡി വാണ്ട്സ് കളർഫുൾ പിക്ചേഴ്സ്. പഴയ മോപ്പിനകത്ത് പെയിൻറ് ചെയ്ത് റിപ്പോർട്ട് ഇതാക്കി. ഏത് പെയിൻ്റാണ് എടുക്കുന്നത്? അപ്പോൾ നാച്ചുറൽ. Most panels hanged on the roof are all the panels I've hanged on the roof are old panels, but the workmanship is so intricate. It may be difficult for them to make similar things now. അത്രയും കാർവിങ്സ് എത്രയും ഭംഗി, അത്രയും പെർഫെക്റ്റ് ആണ്. എവിടെ But people still buy these old, the people prefer these embossed statues because that looks beautiful. ഉടനാ Yeah, thank you. തഞ്ചാവൂർ. കുറവ്. ഇത് മുഴുവൻ കട്ടോണ്ട് പോയിട്ടുള്ള സാധനങ്ങളാണ്. അയ്യോ, ആര്? മട്ടാഞ്ചേരി അതിന് മുന്നേ കള്ളന്മാരുടെ സെൻ്ററായിരുന്നു. അല്ലെ, അത് കാരണം എനിക്ക് ഈ കച്ചവടം ചെയ്യാൻ പറ്റാതെ വന്നു. സത്യസന്ധമുള്ള ഒരാൾക്കൂടെ കച്ചവടം ചെയ്യാൻ പറ്റാതെ വന്നു. ഞാൻ ഈ കച്ചവടം നിർത്തി. കാരണം വെച്ചാൽ ഈ 2 ടണ്ണ് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ എനിക്ക് എനിക്കും കക്കാം. അത് ഞാൻ ചെയ്തില്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഈ 2 ടണ്ണ് കാശ് കൊടുത്തു. ഞാൻ ഈ പണി നിർത്തിയതാണെന്ന് വെച്ചാൽ പിന്നെ കണ്ടുപിടിച്ചു മച്ചിൻ്റെ ആസ്പെറ്റോസ് ആയിരുന്നു. ആസ്പെറ്റോസ് മാറ്റി ഇതിനകത്ത് സാധനം അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അടുത്ത സ്ഥലത്തോട്ട് ഇട്ട് കൊടുക്കും. നേരത്തേക്ക് ഇട്ട് കൊടുക്കും. അവിടെ ആൾക്കാർ വന്ന് പിന്നെ എടുത്തു പോകും. ഇങ്ങനെ വർഷങ്ങളോളം ചെയ്തിട്ടുണ്ട്. അത് കാരണം ഇത് വെച്ചു. ബെൽറ്റ് ആരുടെ? ഇത് സിൽവർ ബെൽറ്റാണ്. ഇത് ആക്ച്വലി ഈ മുസ്ലിംസ് കാലിക്കറ്റിലെ മുസ്ലിംസ് എടുക്കുന്നതാണ്. സിൽവർ അരങ്ങാണോ? അരിഞ്ഞാണ്. ഇത് മിനിമം ഒരു 200-300 years ഓൾഡുള്ള സ്റ്റാച്യൂസാണ്. ഇത് സൗത്ത് കാനറയിലെ ടെമ്പിളിലുള്ള ടെമ്പിൾ കാനറ. ഇത് തേരിലുള്ള
തേരിലുള്ള ആ കമ്പുണ്ട്, തേരിൻ്റെ ഇതാണ്. തേരിൻ്റെ പിടിയാണ്. തേരിൻ്റെ അകത്ത് ഒരുപാട് സ്റ്റാച്യൂസ് വെച്ചാണ് തേർ ഉണ്ടാക്കുന്നത്. പുറത്തേക്ക് നിൽക്കുന്ന ഒരു സ്റ്റാച്യൂവിൻ്റെ ഒരു പാർട്ടാണ്. Famous architect Mr. Karl Damshin. Always put my son on a plus. Take it off. When you tell us what is this? ആക്ച്വലി മെനോറ എങ്ങനെയാണോ അത് ആർട്ടാക്കിയതല്ല. ആർട്ടാക്കിയതാണോ അല്ല? This is an artist from India who has made a menorah like Indian നാഷണൽ ആർട്ട്. the title itself is Jewish and the Indian. Jews and the Indian. These are all Jewish books. This is by the Indian author Devdutt Patnaik. He has written about the. In this book, he has dealt about the Old Testament and the comparison of the Old Testament with the Indian mythology and Muslim. മൂന്നുമുണ്ട്. You want to see? You should read this book. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ മൂന്ന് മിത്തോളജി കൂടുന്നതാണ്. Not Eden, in this book. I am reading it. All these books are his. It's in Indian. അടുത്ത റോയിലുള്ള ബുക്കുകളൊക്കെ ഉണ്ട്. എല്ലാം ജൂയിഷാണ്. Jewish books are. This is about the Jewish customs being followed by the traditional Jews. One of the best book about the Jewish history, especially about the Cochin Jews. വേറെ ബുക്ക് This is also about the Jewish religion, Ashur caste and Kabbalah. കപ്പാല. This explain the Kabbalah also. ഇപ്പം കപാല പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ടോ? Kabbalah ഇവിടെ ഇല്ല, അവിടെ ഉണ്ടാവും. ഇവിടെ ആരാകെ കുറച്ച് ആൾക്കാരുണ്ട്. Show you other books too. പിന്നെയുള്ളതാണ് Masters of Kerala. ആരുടെ? This is a fiction. It's a fictional, but it's now is not written as a fiction. It's a non-fiction is written.
But Little bit controversial. This one. I know what is written in this book is not correct, because I know the Jews for the last 50 years. What is stated in the books are basically not correct. They have made it a real fiction to make the readers interested, but that does not show the actual status of Indian. എന്താ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഇത് പറഞ്ഞിരിക്കുന്നത് പണ്ട് ജൂതന്മാർ രണ്ട് ടൈപ്പ് ഉണ്ട്. കറുത്ത ജൂതന്മാരും വെളുത്ത ജൂതന്മാരും. അവർ തമ്മിൽ പണ്ട് കറുത്ത ജൂതന്മാരെ പള്ളിയിൽ സിനിമകളിൽ അലൗഡ് അവർക്ക് വേറെ സിനിമ. ഇവർക്ക് ഇവിടെ വൈറ്റ് ജ്യൂസ്, അത് യൂറോപ്യൻ ജ്യൂസിൻ്റെ അത് പരദേശം. അപ്പോൾ അവരെ അനുവദിക്കില്ല. അതിൻ്റെ ഇതാണ് അവർ പറഞ്ഞത്. പിന്നെ അവർ തമ്മിൽ ഒരു ചെറിയ ഫൈറ്റ് ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെയാണ് അവർ പറഞ്ഞത്. It is also not correct, because ഈ വൈറ്റ് ജ്യൂസിൻ്റെ ബ്ലാക്ക് ജ്യൂസിൻ്റെ പള്ളി എന്ന് പറയുന്നത് തെക്കുംബാം സിനഗോഗിൽ വൈറ്റ് ജ്യൂസിന് ക്രിമേറ്റ് ചെയ്തിട്ടുള്ളതിനുള്ള ഡോക്യുമെൻ്റ് ഉണ്ട്, അതിനുള്ള എവിഡൻസ് എൻ്റെ എടുക്കാനുണ്ട്, ടോം സ്റ്റോൺസും ഉണ്ട്. സോ ദി ഹോൾ ദ സ്റ്റോറി വിച്ച് ഇസ് ബീൻ ടോൾഡ് ബൈ ഹിം ഇസ് നോട്ട് കറക്റ്റ്. സോ ഇറ്റ് ഈസ് ഓൺലി ബീൻ story been said like that only to get attention. It is not correct. ശരിക്കും ബ്ലാക്കും വൈറ്റും വന്ന അങ്ങനെ. See, it is because Indian customs forces to have differentiations, because the white people during these Europeans, when they come here, they are not allowing Indians to travel in the train, in the compartment where white used to travel. So this complex has come into the Indian culture by little, and white people say that they are inferior, because Indians also started respecting the white skin more than the black skin. So the white people, they are superior, and there was a little superiority feeling they had. But all that has been told now is not correct. ആക്ച്വലി സെയിം DNA ആണോ? It is same DNA, because see, he will tell you. See, you, where is Christ born? Christ is not born in Europe, and how is that Christ being depicted? Christ is depicted as a beautiful person with blue eyes, with good features. But a person living in a Mediterranean, only in a Mediterranean cold climate can have that complexion. But Christ is not lived in a Mediterranean, he lived in a tropical climate. So he will not have a white skin, he will not have a hair of that complexion, that nature. He has to be, it's Michelangelo's imagination, not the real. Why is it this is white? White? No. Can you show me one Christ picture with a brown skin? No, you don't find it, because we all like white skin. So it's Michelangelo drew the Christ in white. But Christ is not white. It is imagination. ബ്രൗൺ ക്രൈസ്റ്റ് ഇല്ല. ഇവിടുത്തെ സാധനം നമ്പർ അല്ല ലാസ്റ്റ് ഫ്ലോർ അല്ല ലാസ്റ്റ് ഓഫീസ് നമ്പർ 90% അതെ. These are all Jewish items. All Jewish items. Then look, come and explain. These are the cups used by the Jews for washing their hands during the Sabbath dinner
These are the wine cups. These are the cups. These are wine cups used for used by the Jews, which has the. ഇതിനിപ്പോൾ എന്ത് വില വരും സാർ? Nathan is a famous writer. I not. He has got a good knowledge about the Jews. Can you take out the book and tell them about this? I know. I know, Ben. You are right. One more book. I'm working before idiom. I was Yes. Your name? My name is Sujit. അലൂമിനിയത്തെ ബ്രാസ് ഉണ്ടാക്കാം. അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളർ പോയി അലൂമിനിയം ബട്ട് ദിസ് ഇസ് ബ്രാസ്. These എല്ലാ പള്ളികളിലും old churches. There may not be churches in the house. മലയാളിയാണോ? മലയാളിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ ഉണ്ടാക്കിയ ഹോളി ഫാമിലിയാണ്. ആൻഡ് ജീവനിലായോ അല്ലേ? ജീവൻ്റെ എവിടെ സ്ഥലം? കോട്ടയം. സാറിൻ്റെ വീട് റൈറ്റില്ല. പെയിൻറ്റിങ്സ് ആണോ പ്രധാനം? പെയിൻറ്റിങ് ശില്പമുണ്ട്, ഇതിൻ്റെ ശില്പമുണ്ട്. എക്സിബിഷൻ ഇവിടെ നടത്തിയായിരിക്കും. എക്സിബിഷനൊന്നും ഇപ്പോൾ നടത്തണ്ട, അവിടെ മതിയാക്കി. അതെയോ? ഇദ്ദേഹത്തിൻ്റെ പിക്ചേഴ്സും പെയിൻറ്റിങ്സും ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. എവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തേ മാതാവ്. എല്ലായിടത്തും കേരളം മുഴുവനുണ്ട്. ഹോട്ടൽസുകളുണ്ട്, പിന്നെ പുറത്ത് ഉണ്ട്. എല്ലായിടത്തും സ്റ്റാച്യു വരുമോ? ഇപ്പം ലാസ്റ്റ് ചെയ്ത് എവിടെയൊക്കെ ലാസ്റ്റ് ഇവിടെ ജി ശങ്കരക്കുറുപ്പിൻ്റെ മ്യൂസിയം. This is a picture of synagogue street as it was before. കൊച്ചിൻ സിനഗോഗ്. Or the synagogue. വിജയലാൽ വരച്ചാണ്, അദ്ദേഹം വരച്ചാണ്. In the Last Supper, according he has a special style for eyes. Okay. The eyes in the peculiar. ഐസ് അല്ലേ? കണ്ണിൻ്റെ പ്രത്യേകത. ഇവിടുത്തെ പെയിൻറ്റിങ്സിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? അവതാരകഥകളാണ് ഇപ്പോൾ വരക്കുന്നത്. നേരത്തെ അബ്സ്ട്രാക്ട് പെയിൻറ്റിങ്സ് ഒക്കെ വരച്ചോണ്ടിരുന്നു. ഇപ്പോൾ അവതാരകഥകളാണ് വരക്കുന്നത്. അവതാരകഥകളിൽ എല്ലാ ദൈവങ്ങളും വരും. കൃഷ്ണ, രാധ, മറ്റേ ജീസസ്, ബുദ്ധ, എല്ലാ ദൈവങ്ങളും. ഓ, പ്രത്യേകിച്ച് പഠിച്ചായിരുന്നു എവിടെയെങ്കിലും? പഠിച്ചിട്ടുണ്ട്. എവിടെയായിരുന്നു? എറണാകുളം കൊച്ചിൻ സ്കോപ്പ് പഠിച്ചു. ഡിപ്ലോമ അവിടെ നിന്ന് ഡിപ്ലോമ എടുത്തു.
പഴയ ജൂയിഷ് ഹോമാ അല്ലേ? നമ്മളെ തള്ളാണ്ടല്ലേ അമ്മ അവരുടെ ഇപ്പം എൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ 2 സിനിമ ഉണ്ടായിരുന്നു. 3 സിനിമ. ഒന്നാമത്തെ സിനിമ ഞാൻ പറയുവാണെങ്കിൽ ഇനി കൂടുതൽ സമയം എടുക്കും. നമുക്ക് അടുത്തും വരാം. ഞാൻ പഴയ സിനിമ പോലെ തന്നെ ഞാൻ പറഞ്ഞ ആർക്കിടെക്ചർ കൊണ്ട് അതേപോലെ തന്നെയുള്ള പഴയ സിനിമകളുടെ ആദ്യം തൊട്ടൊന്ന് പറയാം അതിൻ്റെ കഥ. ഞാൻ യൂതന്മാരുടെ കല്യാണത്തിൻ്റെ ബെന്നർ പറയാൻ അതിനുള്ളൊരു കേരളം. When the Jews on poverty day and on the previous day of the marriage, they have to take a bath in a well which is having a natural spring. So this is the well where the ladies used to take bath before the marriage. And when they go for the dip in this well, they have to go naked, and only ladies follows that function. This was a well used by the Jews before the marriage. പിന്നെ ഗ്രാമീണരെ ഈ കാശ് മുടക്കി കാശ് കൊണ്ട് നാളത്തെ ടൗൺ സ്റ്റിൽ അതൊന്നും അർത്ഥമില്ല. ഇതാണ് ഗ്രേറ്റ് മാൻ. അവിടെ എറണാകുളത്ത് എന്തോരം മലയാളിമാരുണ്ട്. ഞങ്ങളവിടെ പോയോ? നിങ്ങളെ കാണാനല്ലേ വന്ന് നിങ്ങളുടെ കളിയാണ്. ഇതിന് എത്ര താഴ്ച ഉണ്ടാവും? താഴ്ച കുറവില്ല. താഴ്ച എത്രയുണ്ട്? ഇതെവിടെ നിന്നുള്ളത്? ഇതെവിടെ കൊണ്ടുവന്ന ആൽവിളക്ക്. റീപ്രൊഡക്ഷൻ ആണ്. Original may last, they cost about $1 crore, but this is a reproduction. ആൽവിളക്ക് അമ്പലത്തിൽ കാണുന്നതാണ്. അമ്പലത്തിൽ കാണുന്ന വിളക്കിന്റെ റിപ്ലിക്കാണ്. ഇതിനകത്ത് എല്ലാ വിക്കിലും ക്യാൻഡില് തെളിക്കുകയാണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ചിരാത് ഇത് ഹിന്ദുക്കൾക്ക് ഇതേപോലത്തെ നല്ല സങ്കല്പം ഉണ്ടായിരുന്നില്ലേ? സാധ്യമാക്കി. ഇത് ഗരുഡന്റെയാണ്. അത് ഗരുഡനാ? ഗരുഡ പുരാണം. ഗരുഡ വിളക്കെന്ന് പറയുമോ? ഇല്ല, ആൽവിളക്കെന്ന്. ഇത് പുറത്ത് പല ദേവന്മാരെ വെക്കാം. ഇപ്പൊ ക്ഷേത്രം ഗണപതിയാണെങ്കിൽ ഗണേശിന്റെ വെക്കും. മിക്കവാറും ശിവ ടെമ്പിളിലാണ് സൈവേറ്റാണ്. ഇവിടെ വരാം. എല്ലാ ജ്യൂസിനും ഇവിടെ വരാം. ഈ സാസോൺ വിൽ ഗിവ് ഫ്രീ ഫുഡ്. And this is a kitchen of Sazon, and the entire area was open for the Jews on Fridays. After Sabbath, they can come here and take free food. ലൈറ്റ് കാണാറുണ്ട്. ഇവിടെയായിരുന്നു അവരുടെ ഭക്ഷണമൊക്കെ. അവരുടെ ജ്യൂസിൻ്റെ ഫങ്ഷൻ നടക്കുന്നത് ഈ ഹാളിലാണ്. ഈ ഫങ്ഷൻ എല്ലാ ഫങ്ഷൻസും മോസ്റ്റ് മാരേജസ് ഇവിടുന്ന് കൊച്ചിന് പോയ ജൂതന്മാരുടെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ് നിങ്ങളുടെ മാരേജ് നടന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ ഹാളിലാണ് സസൂൺ ഹാളിലാണെന്ന്. ഓ, സസൂൺ ഹാൾ.
ഇതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയിരുന്നു. പിന്നെ സസൂൺ ഹാൾ. സസൂൺ മീൻസ് It's a family name. here's the owner. All are wooden. തേക്കായിരിക്കും. എല്ലാ തേക്കാണ് ഈ വെട്ടിൽ ഉണ്ടാക്കുന്ന അപ്പോഴത്തെ കാലത്ത് ഈ 200 കൊല്ലം മുമ്പ് ഇതേ വെട്ടിലൊരു ഉണ്ടാക്കുന്നത് എളുപ്പമുള്ള കാര്യമില്ല. ചിന്തിക്കാൻ പോലും ആൾക്കാർക്ക് പറ്റിയല്ല. പിന്നെ രാജകൊട്ടാരത്തിലൊക്കെ ഉണ്ടാവും. അതെ. Now it is my furniture shop. കോടാർ അവിടെയായിരുന്നു. കോടാർ എസ്കോഡ് എൻ്റെ ചേട്ടനായിരുന്നു എലിയാസ് കോഡ്. എലിയാസ് കോഡിൻ്റെ വീടായിരുന്നു ഓപ്പോസിറ്റ് സൈഡ്. അവരെല്ലാവരും ഇപ്പോൾ ഇസ്രായേലിൽ എല്ലാവരും പോയി. ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. ദേ ആർ കമ്മിങ് ഫോർ ദാറ്റ്. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടാക്കുമല്ലോ, മ്യൂസിയം ഉണ്ടാക്കുന്ന ഇപ്പോൾ വരുമെന്നാകട്ടെ, മ്യൂസിയം ഇനാഗ്രേഷൻ വരുമെന്നാകട്ടെ. നമ്മളെ അറിയിക്കണമെന്ന് എന്തോ അറിയിക്കണമെന്ന് ഞാനല്ല വിളിക്കേണ്ട ആള്. വിളിക്കാന്ന് വെച്ചാൽ നമ്മൾ അറിയിക്കാം അറിയിച്ചാൽ നമുക്കിവിടെ വരാമല്ലോ. അല്ല, തീർച്ചയായിട്ടും. യു ബീങ് എ ഹിസ്റ്റോറിയൻ യു വിൽ ബി ഇൻവൈറ്റഡ്. ഐ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഇൻവൈറ്റഡ്. ഇപ്പോൾ ഇവിടെ ഒരു വീട് പോലും ഇല്ല അല്ലേ? ഒരു കുടുംബക്കാർ താമസമില്ല. There are 2 Jews in this place. One is an old lady, that is Queenie Halegua, that is the daughter of Escoda. She's very old. She is about 95. As I told you, I had a godfather, not godfather, she was my local guardian, a husband, and I was mostly invited to his house for lunch and dinner on Sabbath days and festivals, because they don't call, they're very conservative, they don't call everyone. I was one of the few people who were invited for the festivals. വേറെ ആരാ ഉള്ളത്? There's an Keith is there, an old, ഈ ബുദ്ധി കൂടുമ്പോൾ എല്ലാവർക്കും ചില പ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞ പോലുള്ള ഈ ഒറേഷ്യസ് റീഡർ, വെൽ ഇൻഫോംഡ് പേഴ്സൺ, ബട്ട് ലിറ്റിൽ ലുനാറ്റിക്. ഇറ്റ് ഡസൻ ടോക്ക് ടു മച്ച്. എന്നെ കാണുവാണെങ്കിൽ ചിലപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. ചില ദിവസം കാണുവാണെങ്കിൽ ആലുവ കണ്ട പരിചയം പോലും കാണിക്കില്ല. സസൂൺ ഹൗസ്. ഈ ട്രൈബൽ ആർട്ടാണ്. ട്രൈബലിൻ്റെ സ്റ്റാച്യൂസാണ്. ആരുണ്ടാക്കുന്നത്? ദീസ് ആർ ഫ്രം, ഈ സ്റ്റാച്യു നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാം വിച്ച് പാർട്ട് ദേ ആർ കമ്മിങ് ഫ്രം. ദിസ് ഈസ് മസ്റ്റ് ഹാവ് കം ഫ്രം കർണാടക ഓർ ഫ്രം കർണാടക, സൗത്ത് കാനറ. നമ്മൾ കളക്ട് ചെയ്തതാണോ അല്ലെ ജ്യൂസ് കളക്ട് ചെയ്തതാണ്? ഇല്ലില്ല, ദിസ് ആർ മൈ കളക്ഷൻ. നത്തിങ് വാസ് ഹിയർ. ഐ ഗോട്ട് ദിസ് പ്ലേസ് ഇസ് എ വേക്കൻറ്റ് പ്ലേസ്. തെയ്യം മാസ്കിൻ്റെ ഒരു പെർട്ടിക്കുലർ മോഡലാണ്. ഈ മാസ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, during the festival days, he can wear this mask and then go to the Semindars house or the temple and talk anything about it, about the landlord. He can tell them that my landlord is a crazy guy. He is very greedy person. No criticism, nothing, because that day we have got a right to talk and express. Everybody can speak. Yeah, so everybody can speak. So the only occasion that is allowed to only express their mind is open up the mind is on the festival day with the Theyyam. The Theyyam will literally disclose the face of the artist or the person who say is disguised. So the owner will not know who said that, but he will come to know that person has said that against me, but he may not see it because he is disguised by Theyyam. Is this a brass or? No, this is wood. Wood only. That's wooden piece. എല്ലാം കൂടി ആ മിസ്സിംഗ് ആണ് കൊടുത്തിട്ട്.
തെയ്യം മാസ്കിൻ്റെ ഒരു പെർട്ടിക്കുലർ മോഡലാണ്. ഈ മാസ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ during the festival days, he can wear this mask and then go to the seminars also, the temple, and talk anything about it, about the landlord. He can tell them that my landlord is a crazy guy. He is very greedy person. No criticism, nothing, because that day we have got a right to talk and express. Everybody can speak. Yeah, so everybody can speak. So the only occasion that is allowed to only express their mind is open up the mind is on the festival day with the Theyyam. The Theyyam will literally disclose the face of the artist or the person who say he disguised. So the owner will not know who said that, but he will come to know that person has said that against me, but he may not see it because he is disguised by Theyyam. Is this a brass or No, this is wood. wood only? That's wooden piece. സത്യം പറയാൻ അന്ന് 4 പേര് 5 പേര് നമ്മുടെ ഈ മജീദ് ഉൾപ്പെടെ ഫോട്ടോസ് അന്ന് ഇതെടുക്കണ്ടേ? The antique shop. ഇതിന് പോയതാണ് കേട്ടോ. ഫാമിലി ഗെറ്റ് ടുഗദറിനെ They are all Hindu gods and goddesses. Only Indian gods. Only Illa all Hindu gods. Mainly Hindu gods and goddesses. Ganesha, Shiva, Nagaraja, എല്ലാം ഉണ്ട്. Saraswati. Replicas. This is a new one. All are new one. You light it out. You light it out. ഇവരെന്നെ കേൾത്തന്നെ നിങ്ങൾ ജാതികളെടുക്കൽ പോകാതെ ശമരിയുടെ പട്ടണത്തിൽ കിടക്കാതെ കാണാതെ പോയിട്ട് അങ്ങനെയാണ് സെൻറ് തോമസ് ഇത് വരുന്നത്. അത് വടക്കേ ഇന്ത്യയിൽ. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ തക്ഷശിലയിൽ ഇന്നത്തെ കാബൂൾ ബെൽറ്റിൽ വരുന്നത്. അപ്പോൾ കാബൂളിൽ നിന്നിട്ട് ഇസ്രായേലിലേക്ക് പഴയതായിട്ടുള്ള വഴിത്താരയുണ്ട്. ഇസ്രായേലല്ല, ഈജിപ്തിൽ നിന്നിട്ട് ഈജിപ്ത്, ജെറുസലേം, സിറിയ, അസീറിയ തലസ്ഥാനം നിനവെ, പിന്നെ മേദ്യയുടെ തലസ്ഥാനമായിട്ട് എക്ബത്താന, ഇന്നത്തെ ടെഹ്റാൻ, ഹീരാത്ത്, അഫ്ഗാനിസ്ഥാൻ്റെ ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് അഫ്ഗാനിസ്ഥാൻ, പിന്നെ കാബൂൾ, അത് കഴിഞ്ഞ് തക്ഷശില, സിയാൽക്കോട്, പത്താൻകോട്, അത് കഴിഞ്ഞാൽ ഇന്നത്തെ ഡൽഹി, പിന്നെ മധുര കഴിഞ്ഞ ബനാറസ്, കാശി കഴിഞ്ഞാൽ പാടലിപ്തി, ഗംഗാദേവി, താമ്രലിപ്തി എന്ന് പറഞ്ഞാൽ കൽക്കട്ട. അപ്പോൾ കൽക്കട്ട മുതൽ കൈറോ വരെ നീണ്ടു കിടക്കുന്നതായിട്ടുള്ള വലിയ യാത്രാപഥമാണ് ഉത്തര മഹാനഗരം. അപ്പം ഇതിൽ കൂടിയിട്ട് ഇന്ത്യൻ കച്ചവടക്കാർ അങ്ങോട്ട് പോവുകയും അവിടെ ഇങ്ങോട്ട് വരികയും അറേബ്യൻ കച്ചവടക്കാർ വരികയും പോവുകയും വഴിത്താരയാണ്. അപ്പോൾ ഇവിടെ ഈ വഴിത്താരയിലാണ് കൂടിയിട്ടാണ് ഒരു പെരുന്നാളുണ്ട്. ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഈ കച്ചവടക്കാരുടെ കൂട്ടത്തിലാണ് സെൻറ് തോമസ്, ആബാൻ എന്ന് പറഞ്ഞ ഒരു കച്ചവടക്കാരുടെ കൂട്ടത്തിലാണ്
സെൻറ്റ് തോമസ് തക്ഷശിലയിൽ തലസ്ഥാനത്ത് ഗോണ്ട ഫസിൽ രാജധാനിയിൽ ഗോണ്ട ഫസിലുള്ള. അപ്പം ഇവർ വരുമ്പോൾ സെൻറ്റ് തോമസ് വരുമ്പോൾ ഇവിടെ വലിയ ജൂതന്മാരുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ്? പക്ഷെ തെളിവ് ജൂതന്മാരുണ്ട്. തെളിവ് എന്ന് പറഞ്ഞാൽ അശോക ചക്രവർത്തിയുടെ അരാമ്യ ഭാഷയിലുള്ള ഒരു ലിഖിതം ഇന്നത്തെ കണ്ടഹാർ പഴയ ഗാന്ധാരത്തിലുണ്ട്. അപ്പോൾ ഈ അരാമ്യ ഭാഷ സംസാരിക്കുന്ന ജനം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള അതിൻ്റെ തെളിവാണിത്. ആ ഭാഷ ഇപ്പം നമ്മളിപ്പോൾ പറയാം, വയനാട്ടിൽ കൽപ്പറ്റ പ്രദേശങ്ങളിൽ നിങ്ങൾക്ക് കന്നഡത്തിലുള്ള ബോർഡുകൾ കാണാം. കന്നഡ എന്ന ആൾക്കാർ. നിങ്ങൾ പാലക്കാട് ഗോവിന്ദാപുരം അല്ലെങ്കിൽ ആ ബലത്തിൽ പോയി നോക്ക്, അവിടെ തമിഴാണ്. കാരണം അവിടെ തമിഴ് ഭാഷക്കാരില്ല. അപ്പോൾ അരാമ്യ ഭാഷക്കാരായിട്ടുള്ള ആൾക്കാർ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ അശോകൻ്റെ കാലത്ത് അതിന് മുമ്പ് ഉണ്ടായിരുന്നുള്ള തെളിവാണ്. അതിന് മുമ്പ് ഉണ്ടായിരുന്നുള്ള തെളിവ് നമ്മുടെ ഹെറഡോട്ടസ്, ചരിത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഗ്രീക്കുകാരനായിട്ടുള്ള ഹെറഡോട്ടസ് പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ചിട്ട് രേഖകളുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കാലത്തിലൂടെ സിന്ധു തടത്തിൽ കൂടി സഞ്ചരിച്ചപ്പോൾ ആ പ്രദേശത്ത് പക്തിയാൻ എന്ന പേരുള്ള ഒരു വിഭാഗം ജനങ്ങൾ പക്തീസ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നു. അവിടെ രണശൂരരായിട്ടുള്ള പോരാളികളായിട്ടുള്ള എപ്രിട്ടി എന്ന് പറയുന്നതായിട്ടൊരു ജനസമൂഹം ഉണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് രേഖയാണ്. ഹെറഡോട്ടസ് അതിലൂടെ സഞ്ചരിക്കുന്നത് BC 450 BC. അപ്പം അതാണ് എൻ്റെ പേര് ജോസ് ഇബ്രാഹിം. സാറിൻ്റെ രണ്ടാമത്തെ മോനല്ലേ? അതെ, ഏറ്റവും ഇളയ മോൻ. ഇത് നടത്തുവാണോ? എൻ്റെ ഫാദറാണ് നോക്കുന്നത്, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇവിടെ വേറെ എന്താ ബിസിനസ് ഉണ്ടോ? ഞങ്ങളുടെ ജോയിൻറ്റ് ഫാമിലി ബിസിനസ്സാണ്. അപ്പോൾ അതിൽ എല്ലാത്തിലും ഡാഡിയാണ് ഹെഡ് ചെയ്യുന്നത്. എല്ലാ ഹെഡ് ബിസിനസ്സും എല്ലാ ബിസിനസ്സും എന്ന് പറഞ്ഞാൽ ഡാഡിയുടെ അടിയിലുള്ള എല്ലാ ബിസിനസ്സും ഡാഡി തന്നെയാണ് ഹെഡ് ചെയ്യുന്നത്. എന്താ പഠിച്ചത്? ഞാൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 12th സ്റ്റാൻഡേർഡ് വരെ ഉള്ളൂ. ഞാൻ മർച്ചൻ്റ് നേവിയിലായിരുന്നു. ക്വാളിഫൈഡ് ആസ് എ ക്യാപ്റ്റൻ ജോസ് റോക്കീന. ക്യാപ്റ്റൻ ആയിട്ടില്ല. എന്താ വെച്ചാൽ എനിക്ക് കമാൻഡ് കിട്ടിയില്ല. ക്വാളിഫൈഡ് ആസ് എ ക്യാപ്റ്റൻ. ബട്ട് ഞാൻ അന്ന് മുടി നരച്ചിട്ടില്ല. അപ്പോൾ പ്രൊഫഷനിലേക്ക് പോവോ? ഇല്ല പോവില്ല. ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാൻ നേരത്ത് ആദ്യം ചെയ്തതിൻ്റെ ലൈസൻസ് ഒക്കെ ഇൻവാലിഡ് ആക്കി. അല്ലെങ്കിൽ അത് പോകാനുള്ള ഒരു ഹൈ ടെൻഡൻസിയാണ്. ഇതൊരു ഹിസ്റ്ററി മ്യൂസിയം ആണല്ലോ ഇവിടെ നടക്കുന്നത് അല്ലേ? ഹിസ്റ്ററി ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു ഷോപ്പ് എന്നതിലുപരി ഒരു സാർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴേ ഒരു ഹിസ്റ്റോറിക്കൽ അപ്രോച്ചാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഹിസ്റ്ററി ഇഷ്ടമാണോ? ഹിസ്റ്ററി പഠിക്കുന്ന കാലത്ത് അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രാക്ടിക്കൽ ഹിസ്റ്ററി വായിക്കുമ്പോൾ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. കണ്ട് ബുക്കിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറ്റേതെന്ന് പറയുന്ന കുറേ ഡേറ്റ്സ് ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ള ഒരു കോൺസെപ്റ്റായിരുന്നല്ലോ നമ്മൾ പഠിക്കുന്ന കാലത്തുള്ള ഹിസ്റ്ററി. ഫാദർ പിന്തുടരാൻ ഒരാൾ വന്നത് വലിയൊരു കാര്യമാണ്. ഒന്നുമില്ല, ഒട്ടും അത്രയും പോലും വലിയ കാര്യം. ഇപ്പം എൻ്റെ മോൻ അവൻ ഭയങ്കര എന്തിനാ ആർക്കിയോളജി മറ്റേ കമ്പ്യൂട്ടർ ഗ്രാഫിക് ആർട്ടിസ്റ്റ് ബാംഗ്ലൂരിൽ വലിയ അമേരിക്കൻ കമ്പനികളുടെ സാമാന്യം നല്ല ശമ്പളമുണ്ട്. സാമാന്യം ആ ഉദ്യോഗത്തിൽ തന്നെ നല്ലൊരു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ കല്ലറുകളും ബാക്കിയുള്ളത് അതിൻ്റെ കവർ ഡിസൈൻ ചെയ്തവനാട്ടോ. പക്ഷേ നമ്മൾ പറയുന്നത് ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി. അതിൻ്റെ ഭാര്യ
അവൾക്കാണ് പിന്നെ ഇവനേക്കാരും ഉള്ളത്. അവൾ സോഷ്യോളജി MA. അപ്പോൾ ഇവർ കമ്പ്യൂട്ടറിലാണ് ഇത്. അവൾക്ക് പിന്നെയും മനസ്സിലാവും, പക്ഷെ എന്നാലും മനസ്സിലാവും. കാരണം ഇത് തുടരാനേ ഈ യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രാധാന്യത്തിൻ്റെ മൂല്യം മനസ്സിലാക്കണം. അത് മൂല്യമാണ്. നമ്മൾ കാണിച്ചില്ലേ ഒരു കല്ലറ. ഈ കല്ലറയുടെ മൂല്യം എത്രയാണെന്നുള്ളത് ഒരിക്കലും നിശ്ചയിക്കാൻ പറ്റില്ല. ഡോക്ടർ ശ്രീധർ കാവിൽ, അമേരിക്കയിലെ സെൻറ്റ് ജോൺസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ചീഫ് ഒരുപാട് അമേരിക്കൻ ട്രേഡ് സംഘത്തിലെ മെമ്പറുമാണ്. അത്ര പ്രാധാന്യമുള്ളതാണ്. പുള്ളി വയനാട്ടിൽ വന്നു, എൻ്റെ അടുത്ത് വന്നു. ഒരു ഒരു അമേരിക്കക്കാരനാണ് കോമഡർ. അമേരിക്കയിലാണ് 10-30 കൊല്ലമായി. അപ്പോൾ പുള്ളിക്കാരൻ്റെ പിന്നെ അടുത്തത് എന്താണ്, പുള്ളി വന്ന് ഇവിടെ വന്ന് നമ്മുടെ കല്ലറയിൽ വന്ന് കണ്ടു. തലശ്ശേരിക്കാരനായിട്ട് ഒരു മേനോനാണ് ഈ ശ്രീധരനാണ്. ഞാൻ ഈ ചരിത്രം പറയുന്നു. അപ്പോഴത്തേക്ക് ഞാനിത് പഠിച്ചു കഴിഞ്ഞു. ആൾ ഞെട്ടിപ്പോയി. ഇങ്ങനെ ഒരു ചരിത്രബോധമുള്ളൊരു മനുഷ്യനെ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി ലൈഫിൽ അമേരിക്കയിലൂടെ കാരണം ഇങ്ങനെ പറയുന്ന ഇയാൾ എൻ്റെ കോപ്പറേറ്ററോട് പറഞ്ഞതാണ്. അപ്പോൾ അന്നേരം ഇയാൾ പറഞ്ഞത് ഈ കല്ലറയുടെ വില വലിയതാണ്, നിധിയാണ്. ഇത് വലിയൊരു നിധിയാണ്. കാരണം എന്താ, ഇതിന് ഇനിയും നിൽക്കും 500 കൊല്ലം അല്ല 1000 കൊല്ലം പിന്നെയും നിൽക്കും. കാരണം ഇത് ശിലയല്ലേ, ഗ്രാനൈറ്റ് അല്ലേ. അപ്പോൾ അന്നേരം ഇതിൻ്റെ വില എങ്ങനെ കൂടുകയല്ലേ. ഇപ്പോൾ 2300 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 21 നൂറ്റാണ്ട് 1000 കൊല്ലം കഴിയുമ്പോഴും എത്രയാണ് വില കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മൂല്യം നിർണ്ണയിക്കാൻ കഴിയില്ല എന്നേ. ഇപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചിട്ടില്ല, നിങ്ങൾ സംരക്ഷിക്കുന്നതായിട്ടുള്ള ഈ ചരിത്ര വസ്തുക്കളുടെ മൂല്യം ഇനി തലമുറകൾ കഴിയുമ്പോഴും ഇതിൻ്റെ മൂല്യം കൂടുന്നില്ല. ഇപ്പോൾ 200 കൊല്ലത്തിൻ്റെ പഴക്കം എന്ന് പറഞ്ഞത് 100 കൊല്ലം കഴിയുമ്പോൾ 300ആയി. നിങ്ങളുടെ ഒരു 3-4 തലമുറ കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ വില കൂടുതലുണ്ട്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് പറ്റില്ല. ചരിത്രം അറിയുന്നവർ മാത്രമേ ദീർഘദൃഷ്ടിയുള്ള, അത് ഭാവിയെക്കുറിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാഴ്ചപ്പാടുണ്ടാവും ഈ ചരിത്രം പഠിക്കുന്നത്. നമ്മളൊക്കെ ഞാൻ ഇങ്ങനെ കണ്ട് എന്തോരം സ്ഥലങ്ങൾ സഞ്ചരിച്ചു. ഞാൻ എന്തോ ഒരു ഭീകരമായിട്ടുള്ള യാത്രകൾ ഇതിൽ ഒരുപാട് ഈ പടങ്ങളിൽ ഇദ്ദേഹമുണ്ട്. ഞങ്ങളുടെ അടുത്ത് കാണും.
ഡാഡി പോസ്റ്റിലായിട്ട് വിട്ടേക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും അമരാവതിക്ക് ലെറ്റർ ഉണ്ടായിരിക്കും ലാസ്റ്റ് പോസ്റ്റ് വിട്ടേക്കുന്നത് ഞാൻ ചോദിക്കാം ചെക്ക് ചെയ്യാൻ കാർഡ് തന്ന പുസ്തകം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അല്ലാതെ സാറിൻ്റെ മൊബൈൽ നമ്പർ തരാം 8547066329 ഷോപ്പിൻ്റെ പേരെങ്ങനെ എത്നിക് പാസേജ് അഡ്ലിക് ആൻറ്റിക്സ് മാത്രമല്ല നമുക്ക് ഹാൻഡിക്രാഫ്റ്റ്സ് ആർട്ട് ഗാലറി കെഫേ ടെക്സ്റ്റൈൽസ് ബുക്സ് എല്ലാം ഗാലറി ആർട്ട് ഗാലറി അഡ്ലിക് ബുക്സ് അല്ല എത്നിക് പാസേജ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. എത്നിക് പാസേജ് ഇതൊരു ഷോപ്പ് കോൺസെപ്റ്റാണ്. ഷോപ്പിൻ്റെ അകത്ത് പല പല ഷോപ്പുകൾ. എത്നിക് പാസേജിൻ്റെ പേരിട്ടിരിക്കുന്നു. ഈ കടയുടെ ഈ ബിൽഡിങ്ങിൻ്റെ പേര് എത്നിക് പാസേജ്. ഒരു പാസേജ് പോലെയാണല്ലോ അങ്ങനെ. ഓർഡർ ചെയ്തോ? ഹലോ ഹലോ എനിക്ക് നന്നായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഹലോ ഹലോ സെൻറ്റിൻ്റെ അത് എന്താ DC ആയിട്ടുള്ള ഇത് കോൺടാക്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്തെങ്കിലും നടക്കുമെന്നുള്ളത് തന്നെ മതി. നോട്ട് ലുക്കിങ് അയാൾക്ക് വേണ്ടത് ബേസിക്കലി ഫൈനൽ ഗെയിം വഴിയുടെ ഇതിലേക്ക് തന്നെ. ഞാൻ അങ്ങോട്ട് മറ്റേ പൈപ്പ് ലൈനിൻ്റെ
I told him indirectly that we have information that you are getting a pipeline. He's agreed that he is planning for a pipeline. But from the other side, Senkota side in their side, he's planning for a pipeline. So, what has happened is he is actually on properties in the
you